الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم വിശ്വാസകാര്യങ്ങളും കർമ്മങ്ങളും ഒരുമിച്ച് ചേർന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വിശ്വാസകാര്യങ്ങളിൽ ഉണ്ടാകുന്ന പിഴവുകൾ, അബദ്ധങ്ങൾ അത് കർമ്മങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാൾ അപകടമാണ്, അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസകാര്യങ്ങളെക്കുറിച്ച്, അഖീദയെക്കുറിച്ച്, വിശ്വാസകാര്യങ്ങളെക്കുറിച്ച്, ഈമാനിനെക്കുറിച്ചൊക്കെ നാം നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സംശയങ്ങളും പലതരത്തിലുള്ള ശുബ്ഹാത്തുകളും ബിദ്അത്തിന്റെയും മറ്റും കക്ഷികൾ അവർ പ്രചരിപ്പിക്കുന്നതിനാൽ ഇസ്ലാമിന്റെ അഖീദയെക്കുറിച്ച്, ആ കാര്യങ്ങളെക്കുറിച്ച് നാം വിശദമായി പഠിക്കുകയും അത് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ആ പഠനം നാം പുതുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അൽ ഖസീദത്തുൽ ലാമിയ്യ എന്ന് പറയുന്ന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കവിതയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മീസാനിനെക്കുറിച്ചും ഹൗദിനെക്കുറിച്ചുമാണ് അവസാനമായി നാം വിശദീകരിച്ചത്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വകദ സിറാത്തു യുമദ്ദു ഫൗഖ ജഹന്നമി ഫമുവഹിദുൻ നാജിൻ വആഖറു മുഹ്മലു. ഇനി സിറാത്തിനെ കുറിച്ചുള്ള കാര്യമാണ്, അതിലേക്കുള്ള സൂചനയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇവിടെ സൂചിപ്പിക്കുന്നത്. നരകത്തിന് മുകളിലായി സിറാത്ത് പാലം അത് നാട്ടപ്പെടും. അങ്ങനെ മുവഹിദായ ആളുകൾ ആ പാലത്തിലൂടെ കടന്ന് അവർ രക്ഷപ്പെടുകയും, എന്നാൽ അതല്ലാത്ത ആളുകൾ അവർ നരകത്തിൽ വീഴ്ത്തപ്പെടുകയും ചെയ്യും എന്നതാണ് വരിയുടെ അർത്ഥമായി മനസ്സിലാക്കേണ്ടത്. ഇനി അതിന്റെ വിശദീകരണത്തിൽ നാം പ്രവേശിക്കുകയാണെങ്കിൽ, ആദ്യമായി സിറാത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഭാഷാപരമായി അത്വരീഖുൽ വാളിഹ്, വ്യക്തമായ മാർഗം, വഴി എന്നതിനാണ് സിറാത്ത് എന്ന് പറയുക. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ ജിസ്റുൽ മൻസൂബു അലാ മത്നി ജഹന്നമ, നരകത്തിന് മീതെ നാട്ടപ്പെടുന്ന ആ പാലമാണ്, അതിനാണ് സിറാത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഹദീസുകളിൽ സിറാത്ത് എന്നും ജിസ്ർ എന്നും അതുപോലെ തന്നെ ജിസ്റു ജഹന്നം എന്നും ഈ പല രൂപത്തിലും നമുക്കിത് കാണാവുന്നതാണ്. സിറാത്തിനെ കുറിച്ച് ധാരാളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മുതവാത്തിറായ നിലക്ക് തന്നെ അത് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. നാം മുമ്പ് ഹൗദിനെക്കുറിച്ചും മീസാനിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവിടെയും നമ്മൾ പറഞ്ഞിരുന്നു, അതെല്ലാം മുതവാത്തിറായ നിലക്ക് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം സഹാബത്ത് നമുക്കത് അറിയിച്ചു നൽകിയിട്ടുണ്ട്. ഒരിക്കലും നിഷേധിക്കുവാൻ, കളവാക്കാൻ സാധ്യതയില്ലാത്ത അത്തരത്തിലുള്ള ഹദീസുകളാണ് മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ നിഷേധിക്കുന്ന ആളുകൾ അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സിറാത്ത്, നരകത്തിന് മീതെ നാട്ടപ്പെടുന്ന ഈ പാലം, അതിലൂടെ ആളുകൾ കടന്നു പോകുന്നത്, അവരുടെ ആ സഞ്ചാരം അത് വ്യത്യസ്തമായ നിലക്കായിരിക്കും. പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ ആ പാലം മുറിച്ചു കടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വളരെ സാവകാശം മുട്ടിൽ ഇഴഞ്ഞുകൊണ്ട് ആ പാലം അതിന്റെ അപ്പുറമെത്തുന്ന ആളുകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ ദുനിയാവിൽ ഒരു സിറാത്തുണ്ട്. അതേതാണ് ആ സിറാത്ത്? വിശുദ്ധ ഖുർആനിൽ
സൂറത്തുൽ ഫാത്തിഹയിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു ദിവസം 17 തവണ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു സിറാത്തുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ മുസ്തഖീമായ സിറാത്തിൽ നീ എന്നെ ചേർക്കണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹ്, നേരായ ഈ മാർഗത്തെ നിങ്ങൾ പിന്തുടരുക. വലാ തത്തബിഉസ് സുബുൽ, മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സിറാത്തിൽ, ഈ ദുനിയാവിൽ നാം എത്രത്തോളം നാം മുന്നിടുന്നുവോ, നമ്മുടെ ഉത്സാഹവും നമ്മുടെ താല്പര്യവും ഈ സിറാത്തിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുന്ന സിറാത്തിലൂടെയുള്ള ഓരോ ആളുകളുടെയും അവരുടെ വേഗത എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഈ ദുനിയാവിൽ സിറാത്തുൽ മുസ്തഖീമിൽ ക്ഷമയോടുകൂടി ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ അവരുടെ കാൽപാദങ്ങൾ നാളെ പരലോകത്ത് സ്ഥാപിക്കുന്ന സിറാത്തിൽ അത് വഴുതിപ്പോവുകയില്ല. അവർക്കവിടെ സ്ഥൈര്യവും ഉറപ്പും ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ദുനിയാവിൽ എത്ര തന്നെ പ്രയാസങ്ങൾ ഉണ്ടായാലും എത്ര തന്നെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗം വിട്ടുകൊണ്ട് മറ്റൊരു മാർഗത്തിലേക്ക്, ബിദ്അത്തിന്റെ പിഴച്ച കക്ഷികളുടെ അവരുടെ ചിന്തകളിലേക്ക് നാം ഒരിക്കലും വഴുതിപ്പോകാൻ പാടില്ല. അവർക്ക് നാം നമ്മുടെ കാതും ഹൃദയവും തുറന്നു വെച്ചു കൊടുക്കരുത്. അങ്ങനെ അത്തരത്തിലുള്ള ആളുകളുടെ മാർഗത്തിൽ അകപ്പെട്ടു പോയാൽ നാളെ സിറാത്ത് പാലത്തിലൂടെ നമുക്ക് വിട്ടുകടക്കുക എന്നുള്ളത് അത് വളരെ പ്രയാസകരമായ കാര്യമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഈ സിറാത്തിന്റെ ചില വിശേഷണങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേതായി പണ്ഡിതന്മാർ പറയുന്നു, അന്നഹു സലഖുൻ ലാ തകാദു തസ്തഖിറു അലൈഹി അൽഅഖ്ദാം. ആ സിറാത്തിന്റെ മുകളിൽ അതിൽ നിൽക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസകരമായ കാര്യമാണ്. അത് അതിശക്തമായ വഴുവഴുപ്പുള്ളതാണ്. അതിൽ പാദങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസകരമായ കാര്യമാണ്. സഹാബത്ത് ഒരിക്കൽ റസൂലിനോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് വമൽ ജിസ്റു, എന്താണ് ജിസ്ർ എന്ന് പറഞ്ഞാൽ? അഥവാ സിറാത്തിന്റെ മറ്റൊരു നാമമാണ് ജിസ്ർ എന്നുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, മദ്ഹവത്തുൻ മസില്ലത്തുൻ, അത് കാലുകൾ വഴുതിപ്പോകുന്നതും അതുപോലെ തന്നെ പാദങ്ങൾ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വിധം വഴുതിപ്പോകുന്ന ഒരു ഇടമാണ് സിറാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് അങ്ങേയറ്റം പ്രയാസകരമായ പരീക്ഷണം നിറഞ്ഞ ഒരു ഘട്ടമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകിയവർക്കല്ലാതെ ആ ഘട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ വിശേഷണമായി നമുക്ക് കാണാം, അന്ന അലാ ഹാഫതൈഹി കലാലീബ് വഹസകൻ, ആ പാലത്തിന്റെ സിറാത്തിന്റെ ഇരുവശങ്ങളിലും കൊളുത്തുകളും അതുപോലെ മുള്ളുകളും ഉണ്ടായിരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഫീ ഹാഫതൈ അസ്സിറാത്തി കലാലീബു മുഅല്ലഖത്തുൻ, സിറാത്ത് പാലത്തിന്റെ ഇരുവശങ്ങളിലും തൂക്കിയിടപ്പെട്ട ചില കുളത്തുകളുണ്ട്. മഅ്മൂറത്തുൻ ബിഅഖ്ദി ബിമൻ ഉമിറത് ബിഹി, ആ കൊളുത്തുകളോട് ചില ആളുകളെ പിടിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ആരെയാണോ പിടിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് അവരെ ആ കൊളുത്തുകൾ അത് പിടിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുപോലെ മൂന്നാമത്തെ വിശേഷണമാണ് അന്നഹു ദഖീഖുൻ, ആ പാലം എന്നത് അത് വളരെ നേർച്ചതാണ്. ഇടുങ്ങിയ വിശാലമായ വഴിയല്ല, മറിച്ച് ഇടുങ്ങിയ മാർഗമാണ് സിറാത്ത് എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു, ഇവരിൽ നിന്നെല്ലാം ഉദ്ധരിക്കപ്പെടുന്നതായി കാണാം. ഇതിൽ ഏറ്റവും സഹീഹായി വന്നിട്ടുള്ളത് മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന മൗഖൂഫായ ഒരു അസറാണ്. അദ്ദേഹം പറഞ്ഞു, ബലഗനി
അന്ന സിറാത്ത അദഖു മിന അശ്ശഅരി വഅഹദ്ദു മിന അസ്സൈഫ്. സിറാത്ത് എന്നത് അത് രോമത്തെക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ് എന്ന കാര്യം, എന്ന വിവരം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് മഹാനായ സഹാബി അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഗൈബിയായ ഒരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ കേട്ടതാണ്. അതിന്റെ ഹുക്കുമായിരിക്കും അതിനുണ്ടാവുക എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ അത്രയും നേർത്ത, അത്രയും മൂർച്ചയുള്ള ഒരു പാലമാണത്. അപ്പോൾ അതിലൂടെ എങ്ങനെയാണ് നടക്കാൻ കഴിയുക എന്ന് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അതിനുള്ള ശക്തിയും കഴിവുമെല്ലാം അതിനുള്ള ആളുകൾക്ക് നൽകുമെന്നതാണ് പണ്ഡിതന്മാർ അതിനെ മറുപടിയായി പറഞ്ഞിട്ടുള്ള കാര്യം. നാലാമത്തേത്, സിറാത്ത് എന്നത് ത്വരീഖുൻ മുദ്ലിം, അത് ഇരുട്ടുമൂടിയ, ഇരുട്ടുകുത്തിയ ഒരു വഴിയാകുന്നു. ഈ ദുനിയാവിൽ ഓരോരുത്തരും അവരുടെ സൽക്കർമ്മങ്ങൾ, അവരുടെ അമലു സ്വാലിഹാത്തുകൾ, അതിന്റെ തോതനുസരിച്ച് അവർക്ക് ആ പാലത്തിൽ, ആ സിറാത്തിൽ അവർക്കവിടെ പ്രകാശങ്ങൾ ലഭിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളെയും മുഅ്മിനാത്തുകളെയും മുഅ്മിനുകളെയും അവരെ യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, സിറാത്തിൽ അവരുടെ പ്രകാശം അവരുടെ മുൻഭാഗങ്ങളിലൂടെയും അതുപോലെ തന്നെ അവരുടെ വലതുഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന നിലയിൽ നീ കാണുന്ന ദിവസം. അപ്പോൾ മുഅ്മിനീകളായ ആളുകൾ അവരുടെ മുൻഭാഗത്തും അവരുടെ വലതുഭാഗത്തെല്ലാം പ്രകാശങ്ങൾ ഉണ്ടായിരിക്കും. ആ സിറാത്തിലൂടെ അവര് സഞ്ചരിക്കുന്ന ദിവസമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, അലാ ഖദ്രി അഅമാലിഹിം യമുറൂന അല സിറാത്ത്, ഓരോ ആളുകളും അവരുടെ സൽക്കർമ്മങ്ങളുടെ തോതനുസരിച്ചാണ് ആ സിറാത്തിലൂടെ കടന്നു പോകുന്നത്. അവരുടെ പ്രകാശം അതിനനുസരിച്ചായിരിക്കും അവർക്ക് ലഭിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മിൻഹും മൻ നൂറുഹു മിസ്ലുൽ ജബൽ, ചില ആളുകൾക്ക് പർവ്വത സമാനമായ പ്രകാശം ആ പാലത്തിൽ, ആ സിറാത്തിൽ അവർക്ക് ലഭിക്കും. വമിൻഹും മൻ നൂറുഹു മിസ്ലുൻ നഖ്ല, ചില ആളുകൾക്ക് ഈന്തപ്പനയോളം വലിപ്പമുള്ള പ്രകാശം ലഭിക്കും. വമിൻഹും മൻ നൂറുഹു മിസ്ലുർ റജുലിൽ ഖായിം, മറ്റു ചില ആളുകൾക്ക് ഒരാൾ നിന്നാൽ എത്ര വലിപ്പമുണ്ടാകുമോ അത്രയും പ്രകാശം അവർക്ക് ലഭിക്കും. വഅദ്നാഹും നൂറൻ മൻ നൂറുഹു ഫീ ഇബ്ഹാമിഹി, ഏറ്റവും കുറഞ്ഞ പ്രകാശം ലഭിക്കുന്ന ആൾ, അയാളുടെ അവസ്ഥ എന്താണ്? അയാളുടെ പെരുവിരലിന്റെ അറ്റം, അത്രയും കുറഞ്ഞ പ്രകാശം ലഭിക്കുന്ന ആളുകളും ആ സന്ദർഭത്തിൽ ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആ പ്രകാശം ചിലപ്പോൾ കെട്ടുപോവുകയും ചിലപ്പോൾ അത് കത്തുകയും ചെയ്യും എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ മുനാഫിക്കുകളായ ആളുകൾ, അവർക്ക് ആ പാലത്തിന്റെ തുടക്കത്തിൽ അവർക്ക് പ്രകാശങ്ങൾ ലഭിക്കപ്പെടുകയും പിന്നീട് ആ പ്രകാശം അവരിൽ നിന്ന് ഇല്ലാതാവുകയും അങ്ങനെ അവർ ആ നരകത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുമെന്ന് ഹദീസുകളുടെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അഞ്ചാമത്തെ വിശേഷണമാണ്, ആ സിറാത്തിന്റെ മറുതലക്കൽ അമ്പിയാക്കന്മാർ നിൽക്കുന്നുണ്ടാകും. അവർ പറയും, അല്ലാഹുമ്മ സല്ലിം സല്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വലാ യതകല്ലമു യൗമഇദിൻ അഹദുൻ ഇല്ല റസൂൽ. അന്ന് ഒരാളും സംസാരിക്കുകയില്ല, സംസാരിക്കാൻ ആർക്കും ധൈര്യം വരികയില്ല. അത്രത്തോളം ഭീതിതമായ സന്ദർഭങ്ങളാണ്, പരീക്ഷണ ഘട്ടങ്ങളാണ് കടന്നുപോകുന്നത്. പ്രവാചകന്മാരല്ലാതെ മറ്റാരും അന്ന് സംസാരിക്കുന്നില്ല. വകലാമുർ റുസുലി യൗമഇദിൻ, പ്രവാചകന്മാർ അന്ന് പറയുന്നതാകട്ടെ അവരുടെ സംസാരം എന്താണ്? അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുവേ അതിലൂടെ കടന്നു വരുന്ന ആളുകൾ അവരെ രക്ഷിക്കണമേ, അവരെ സുരക്ഷിതമാക്കി ഇപ്പുറം എത്തിക്കണമേ എന്നതായിരിക്കും റസൂലുമാരുടെ പ്രാർത്ഥന എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് സിറാത്തിന്റെ വിശേഷണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച കാര്യം. ഇനി സിറാത്തിലൂടെ നടന്നു പോകുന്ന ആളുകൾ അവരാരൊക്കെയാണ്? ആ സിറാത്തിലൂടെ മുഅ്മിനീങ്ങളായ ആളുകൾ അഥവാ മുവഹിദുകളായ ആളുകൾ, അതുപോലെ തന്നെ മുനാഫിക്കുകളായ ആളുകൾ,
ഈ രണ്ട് വിഭാഗവും സിറാത്തിലൂടെ കടന്നുപോകുമെന്ന വിഷയത്തിൽ ഇജ്മാഉണ്ട്. എന്നാൽ കാഫിറുകളായ ആളുകൾ അവർ സിറാത്തിന്റെ മുകളിലേക്ക് പ്രവേശിക്കുകയില്ല. മറിച്ച് അവർ നേരിട്ട് നരകത്തിലേക്കാണ് അവർ പ്രവേശിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഖീല ദുഖുലു അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ, നിങ്ങൾ നരകത്തിന്റെ വാതിലുകളിലൂടെ അതിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളായ ആളുകളോട് പറയും. അവർ നേരിട്ട് അതിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. എന്നാൽ മുഅ്മിനുകളും അതുപോലെ മുനാഫിക്കുകളായ ആളുകൾ അവർ ആ സിറാത്തിലൂടെ കടന്നുപോകും. അങ്ങനെ കടന്നുപോകുന്ന ഘട്ടത്തിൽ അതിൽ ചില ആളുകൾ അതിലേക്ക് പതിക്കുന്നതായി കാണാം. ആ പതിക്കുന്ന ആളുകൾ അവർ രണ്ട് വിഭാഗക്കാരായിരിക്കും. ഒന്നുകിൽ നിഫാഖുൻ അക്ബർ, വലിയ നിഫാഖിന്റെ ആളുകളുണ്ടാകും. അത്തരത്തിലുള്ള ആളുകൾ അവർ ആ നരകത്തിൽ ശാശ്വതരാണ്. രണ്ടാമത് നരകത്തിലേക്ക് വീഴുന്ന ആളുകളാരാണ്? അവർ വൻ പാപം ചെയ്ത ആളുകളാണ്, മുഅ്മിനീങ്ങളാണ്. പക്ഷേ അവരുടെ തിന്മകൾ അവരുടെ നന്മയേക്കാൾ അതിജയിച്ചിരിക്കുന്നു. അങ്ങനെ തെറ്റുകൾ സംഭവിച്ചു പോയ മുഅ്മിനീങ്ങളായ ആളുകൾ അവരും ആ നരകത്തിൽ പതിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന കാലമത്രയും അവരെ ആ നരകത്തിൽ ശിക്ഷിക്കുകയും അതല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുത്ത് അല്ലാഹു നേരെ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും അവരെ പിന്നീട് സ്വർഗത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിക്കുന്നതാണ്. എന്നാൽ കാഫിറുകളായ ആളുകൾ നാം പറഞ്ഞതുപോലെ അവർ നരകത്തിന്റെ കവാടങ്ങളിലൂടെയാണ് അവർ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. എന്നാൽ ചില മുഅ്മിനുകളായ ആളുകൾ അവർ ഈ സിറാത്തിന്റെ പാലം കടന്നു വരുന്ന സന്ദർഭത്തിൽ ആ സിറാത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള കൊളുത്തുകൾ, ആ മുള്ളുകൾ അതവരുടെ ശരീരത്തിൽ പരിക്കേൽപ്പിച്ച നിലയിൽ കടന്നു വരുന്ന ആളുകളുണ്ട്. അവരുടെ മാംസങ്ങളൊക്കെ പിച്ചി ചീന്തിയ നിലയിൽ അങ്ങനെ കൊളുത്തുകൾ ആ മുള്ളുകളുമൊക്കെ ശരീരത്തിൽ പതിക്കുകയും അങ്ങനെ മാംസമൊക്കെ നഷ്ടപ്പെട്ട നിലയിൽ സിറാത്തിന്റെ അപ്പുറത്തേക്ക് എത്തുന്ന ആളുകളുണ്ട്. അതുപോലെ സിറാത്ത് ആ കൊളുത്തുകൾ താഴേക്ക് വലിച്ചിടുന്ന ആളുകളുമുണ്ട്. അവരെക്കുറിച്ചാണ് നാം തൊട്ടുമുമ്പ് സൂചിപ്പിച്ചത്. അങ്ങനെ സിറാത്ത് ആ പാലം അത് മുറിച്ചു കടന്നതിന് ശേഷം അതിനുശേഷമുള്ള കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇദാ ഖലസൽ മുഅ്മിനൂന മിനൻ നാരി ഹുബിസു ബിഖൻതറ ബൈനൽ ജന്നതി വന്നാർ. മുഅ്മിനീങ്ങളായ ആളുകൾ അവർ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഖൻതറ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെ തടഞ്ഞു വെക്കപ്പെടും. എന്നിട്ടോ ഫയതഖാസൂന മദാലിമ കാനത് ബൈനഹും ഫി ദുനിയ, ദുനിയാവിൽ അവർക്കിടയിൽ പരസ്പരം ഉണ്ടായിരുന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള അനീതികൾ അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടം വെച്ച് പകരം ചോദിക്കും. അതെല്ലാം അവിടെ വെച്ച് പരിഹരിക്കപ്പെടും. അങ്ങനെ ശുദ്ധരായ സംശുദ്ധമായ ഹൃദയമുള്ളവരായിക്കൊണ്ടാണ് സ്വർഗത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യദ്ഖുലുഹാ ഇല്ലാ നഫ്സുൻ മുസ്ലിമത്തുൻ, സംശുദ്ധമായ കറകളഞ്ഞ ഹൃദയങ്ങളുള്ള അത്തരത്തിലുള്ള ആളുകളാണ് അവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതാണ് സിറാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ പാഠങ്ങൾ. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അടുത്ത വരിയിൽ നമ്മെ പഠിപ്പിക്കുകയാണ്, അന്നാറു യസ്ലാഹ അശ്ശഖിയ്യു ബിഹിക്മത്തിൻ വകദ അത്തഖിയ്യു ഇലൽ ജിനാനി സയദ്ഖുലു. അവിടുന്ന് പറയുന്നു, നരകം, ആ നരകത്തിലേക്ക് ശഖിയായ ആളുകൾ, ഭാഗ്യം കെട്ട ദുർഭാഗ്യവാനായ ആളുകൾ അവർ ആ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ബിഹിക്മത്തിൻ, അള്ളാഹുവിന്റെ ഹിക്മത്തിനാൽ. അള്ളാഹു അവനോട് ദുൽമ ചെയ്തതുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഹിക്മത്ത് കൊണ്ട് തന്നെയാണ്. വകദ അത്തഖിയ്യു ഇലൽ ജിനാനി സയദ്ഖുലു, അതുപോലെ തഖ്വയുള്ള ആളുകൾ അവർ സ്വർഗീയ പൂന്തോപ്പുകളിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ, ഏറ്റവും ഭാഗ്യം കെട്ടവനായ വ്യക്തിയല്ലാതെ ആ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദീ കദ്ദബ വതവല്ല, അള്ളാഹുവിന്റെ ആയത്തുകളെ, അള്ളാഹുവിന്റെ വഹീനെ
നിഷേധിക്കുകയും അതിനെ തള്ളിക്കളയുകയും അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തവനാണവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും അതുപോലെ വലാലത്തിന് രണ്ട് മാർഗവും നമുക്ക് വ്യക്തമായി വിശദീകരിച്ചു നൽകിയിട്ടുണ്ട്. എന്നിട്ടും ആ മാർഗം സ്വീകരിക്കാതെ അഹങ്കാരത്തോടുകൂടി അതിൽ നിന്ന് പിന്മാറിയവൻ, അവന് യോജിക്കുന്ന സ്ഥലം അത് നരകം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഖദ് തറക്തുകും അലൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രകാശപൂരിതമായ വ്യക്തമായ ഒരു പാതയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. എന്നിട്ടും ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, എനിക്ക് ശേഷം നാശമടയുന്നവനല്ലാതെ ആ മാർഗത്തിൽ നിന്ന് വഴുതിപ്പോവുകയില്ല, തെറ്റിപ്പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഈ വരിയിലൂടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇസ്ബാത്തുൽ ജന്നതി വന്നാർ, സ്വർഗവും നരകവും അത് ഉണ്ട്, അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രധാനപ്പെട്ട വിശ്വാസകാര്യത്തെക്കുറിച്ചാണ്. ഇതും മുതവാത്തിറായ നിലക്ക് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സ്വർഗമില്ല, അതല്ലെങ്കിൽ സ്വർഗം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ സൃഷ്ടിച്ചിട്ടില്ല, ആ സ്വർഗത്തെ നിഷേധിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ അവർ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന വലിയ കുഫ്റാണ് അവരിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അഹ്ലുസുന്ന വൽ ജമാഅ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള അവരുടെ വിശ്വാസം എന്താണ്? ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. ഒന്നാമതായി അന്നഹുമ മൗജൂദതാനിൽ ആൻ, ആ സ്വർഗവും നരകവും അത് രണ്ടും ഇപ്പോൾ നിലവിലുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഒരു കാര്യം രേഖപ്പെടുത്തിയതായി കാണാം. അബൂ ഹാറ്റിം അതുപോലെ തന്നെ അബൂ സുർഅ റഹിമഹുമുല്ലാഹ് അവർ പറയുകയാണ്, അദ്റക്നൽ ഉലമാഅ ഫീ ജമീഇൽ അംസാർ, എല്ലാ നാടുകളിലുമുള്ള ഉലമാക്കളുമായി അവരെ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് വാർത്ത വന്നെത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹിജാസൻ വ ഇറാഖൻ വ ശാമൻ വ യമന, ഹിജാസിലും ഇറാഖിലും ഷാമിലും യമനിലുമുള്ള വിശാലമായ സ്ഥലങ്ങളിലുള്ള അവിടെയൊക്കെ ജീവിക്കുന്ന ഉലമാക്കളുടെ അവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെന്താണ് പറയുന്നത്? അൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വഹുമാ മഖ്ലൂഖതാനി ലാ യഫ്നയാനി അബദാ, സ്വർഗവും നരകവും അത് സത്യമാണ്, അവ രണ്ടും സൃഷ്ടിക്കപ്പെട്ടവയാണ്, അവ ഒരിക്കലും നശിക്കുകയില്ല എന്നതാണ് ആ പണ്ഡിതന്മാരുടെ എല്ലാം നിലപാട്, അതായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ധാരാളം തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പിഴച്ചുപോയ ബിദ്അത്തിന്റെ കക്ഷികൾ, മുഅ്തസില വിഭാഗം, അവർ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ മനുഷ്യരെ വിചാരണ ചെയ്യുകയും അവരുടെ കർമ്മങ്ങളൊക്കെ തൂക്കി നോക്കുകയും ചെയ്തതിന് ശേഷമാണ് സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കാരണം വിചാരണക്കും അതുപോലെ തന്നെ കർമ്മങ്ങൾ തൂക്കുന്നതിന് മുൻപുമൊക്കെ സ്വർഗനരകങ്ങൾ സൃഷ്ടിച്ചു വെക്കുക എന്നുള്ളത് അതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ് എന്നാണ് ബിദ്അത്തിന്റെ കക്ഷികൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർ കണ്ടെത്തിയ കാര്യം. എന്നാൽ അതൊരിക്കലും പ്രമാണങ്ങളോട് യോജിക്കുന്നതല്ല. ധാരാളം തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടുകൊള്ളുക, അതുപോലെ തന്നെ ആ സ്വർഗത്തിലേക്കും. എന്നിട്ട് ആ സ്വർഗം അതെങ്ങനെയുള്ള സ്വർഗമാണ്? അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമാണത്. അത് നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ടുകൊള്ളുക. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങളായ തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതത്രേ അത്. ഉഇദ്ദത് അഥവാ മാളിയായ ഫിഅലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒരുക്കി വെക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ സ്വർഗം അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാഫിറുകളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു പറയുകയുണ്ടായി, ഉഇദ്ദത് ലിൽ കാഫിരീൻ, അല്ലാഹുവിനെയും അതുപോലെ അല്ലാഹു അവതരിപ്പിച്ച വഹീനെയും ഒക്കെ നിഷേധിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് നരകമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സ്വർഗവും നരകവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്.
അതെന്നും നിലനിൽക്കുന്നതാണ്, അതൊരിക്കലും നശിക്കുകയില്ല എന്നുള്ളതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിൽ സ്വർഗ്ഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഉഇദ്ദത് ലില്ലദീന ആമനു ബില്ലാഹി വറുസുലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാകുന്നു, ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു ആ സ്വർഗ്ഗം എന്നുള്ള കാര്യം. ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഅദത്തു ലിഇബാദിയ സ്സാലിഹീൻ, എന്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ശ്രവിക്കാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ ഹൃദയത്തിലും ഒരു ഭാവനയിൽ ഒന്ന് കടന്നു പോവുക പോലും ചെയ്യാത്ത, അതിൽ ഉദിക്കുക പോലും ചെയ്യാത്ത അത്രയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗ്ഗത്തെ അല്ലാഹു സാലിഹീങ്ങളായ അവന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. ഇനി നരകത്തിന്റെ കാര്യമോ, നരകവും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, കാഫിറുകളായ ഫിർഔനിന്റെ ആളുകൾ അവരെക്കുറിച്ച് പറയുകയാണ്, അവർക്ക് ഖബറിൽ രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ നരകം എന്നത് അത് സൃഷ്ടിക്കപ്പെട്ട കാര്യമാണ്, അതവർക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവരുടെ മുമ്പിൽ അതിങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഗ്രഹണ നമസ്കാരത്തിൽ നമസ്കരിക്കുന്നതിന്റെ ഇടയിൽ അവിടുന്ന് ഇങ്ങനെ മുൻപോട്ട് പോവുകയുണ്ടായി, എന്തോ ഒരു കാര്യം പറിക്കുന്നതിന് വേണ്ടി മുൻപോട്ട് പോകുന്നത് പോലെ. എന്നിട്ട് തൊട്ടുടനെ തന്നെ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ പിന്നോട്ടേക്ക് വന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സഹാബത്ത് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നി റഅയ്തുൽ ജന്ന, ഞാൻ സ്വർഗ്ഗം കാണുകയുണ്ടായി. മറ്റു റിവായത്തിൽ എനിക്ക് സ്വർഗ്ഗം കാണിക്കപ്പെടുകയുണ്ടായി. ഫതനാവൽതു ഉൻഖൂദൻ, അങ്ങനെ ഞാൻ അതിൽ ഒരു മുന്തിരിക്കൊല അത് പിടിക്കുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുകയുണ്ടായി, ഞാൻ അല്പം മുന്നോട്ട് നീങ്ങുകയുണ്ടായി. എന്നിട്ട് പറയുന്നു, വലൗ അസബ്തുഹു ലഅകൽതും മിൻഹു മാ ബഖിയത്തി ദുനിയ, എനിക്കെങ്ങാനും അത് പറിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ദുനിയാവ് ബാക്കിയാകുന്ന കാലമത്രയും നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാൻ ഉണ്ടാകുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വറഅയ്തുന്നാർ, തൊട്ടുടനെ തന്നെ എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് റസൂലുള്ള പിന്നോട്ടേക്ക് വന്നത്. റസൂലുള്ള പറയുന്നു, ഫലം അറ മൻദറൻ കൽയൗമി ഖത്തു അഫ്ദഅ, ഇന്നത്തെ പോലെ ഭയാനകമായ ഭീതിതമായ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഈ ഹദീസുകളൊക്കെ നമ്മെ അറിയിക്കുന്നത് നരകം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. റസൂലുള്ള പറയുന്നു, ഇത്തലഅതു ഫിൽ ജന്നതി ഫറഅയ്തു അക്സറ അഹ്ലിഹ അൽ ഫുഖറ, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് എത്തി നോക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അതിൽ ബഹുഭൂരിപക്ഷം, അതിലെ ഉള്ള അധികം ആളുകളും അവർ ദരിദ്രരായിരുന്നു, ഫഖീറുകളായിരുന്നു. വത്തലഅതു ഫിന്നാരി ഫറഅയ്തു അക്സറ അഹ്ലിഹ അന്നിസാ, നരകത്തിലേക്ക് നോക്കിയ സന്ദർഭത്തിൽ അതിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ അത് സ്ത്രീകളായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഫഖീറായ ആളുകൾ, ഫുഖറാക്കൾ, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുണ്ടായ കാരണം അവർ ഫഖീറായി എന്നതുകൊണ്ട് മാത്രമല്ല, അവർ അള്ളാഹു നൽകിയ ആ ദാരിദ്ര്യത്തിൽ അവർ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ ഖദറിൽ അവർ തൃപ്തിപ്പെടുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. ഫഖീറായ ആളുകൾ അവർ സ്വാലിഹീങ്ങളല്ലെങ്കിൽ അവർക്ക് യാതൊരു ശ്രേഷ്ഠതയുമില്ല. എന്നാൽ മുഅ്മിനീങ്ങളായ ഫഖീറായ ആളുകൾക്ക് അവർക്കുള്ള സന്തോഷ വാർത്തയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സ്ത്രീകളായ ആളുകൾ അവർ നരകത്തിൽ പ്രവേശിക്കാനുണ്ടായ കാരണം എന്താണ്? മറ്റു ഹദീസുകളിൽ നമുക്ക് കാണാം, തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ, അവർ ധാരാളം ശാപവാക്കുകൾ അധികരിപ്പിക്കുന്നവരാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ മക്കളോട്, അയൽവാസികളോട്, തന്റെ കൂടെയുള്ളവരോടൊക്കെ ആവശ്യത്തിനും അതല്ലെങ്കിൽ അനാവശ്യമായി ധാരാളം ശാപവാക്കുകൾ പറയുന്ന ആളുകളാണവർ. അതുപോലെ തന്നെ വതക്ഫുർനൽ അശീർ, അവരുടെ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം,
ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന അദ്ദഹറ, നീ നിന്റെ ഭാര്യയോട് കാലം മുഴുവൻ അവരോട് നീ നല്ല നിലയിലാണ് പെരുമാറിയത്. പക്ഷേ നിന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു സമയം അവൾക്കിഷ്ടമല്ലാത്ത, അവൾക്ക് അനിഷ്ടകരമായ വല്ലതും അവൾ കണ്ടാൽ അവൾ എന്തു പറയും? മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും കാലം ഒരു നന്മയും കണ്ടിട്ടില്ല എന്ന കുഫറിന്റെ, നിഷേധത്തിന്റെ വർത്തമാനം പറയുന്നവരാണ് സ്ത്രീകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെയാണ് സത്യം. അല്ലാഹുവെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ലൗ റഅയ്തും മാ റഅയ്തു ലദഹിക്തും ഖലീലൻ വലബകൈതും കസീറ, ഞാൻ കണ്ടിരുന്നത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളമായി കരയുകയും നിങ്ങൾ അല്പം മാത്രമേ ചിരിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സഹാബത്ത് ചോദിക്കുകയാണ്, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, റസൂലേ താങ്കൾ എന്താണ് കണ്ട കാര്യം? റസൂലുള്ളാഹി പറയുന്നു, റഅയ്തുൽ ജന്നത വന്നാർ, സ്വർഗ്ഗവും നരകവും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സൃഷ്ടിക്കപ്പെട്ട കാര്യമാണ് എന്നതിനുള്ള തെളിവുകളാണ് ഈ പറയുന്ന ഹദീസുകളെല്ലാം. ഇനിയും ഒട്ടനവധി ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, സ്വർഗ്ഗവും നരകവും അതെന്നെന്നും ബാക്കിയാകുന്ന കാര്യമാണ്, അതൊരിക്കലും നശിച്ചു പോവുകയില്ല. ഈ ഒരു അഭിപ്രായമാണ് സലഫുകൾ, അതുപോലെ തന്നെ പിൽക്കാരക്കാരായ ധാരാളം പണ്ഡിതന്മാർ ഈ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇമാം അത്വഹാവി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, വൽ ജന്നതു വന്നാറു മഖ്ലൂഖതാൻ, സ്വർഗ്ഗവും നരകവും അത് രണ്ടും സൃഷ്ടിക്കപ്പെട്ടവയാണ്, അത് നിലവിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ലാ തഫ്നയാനി അബദൻ വലാ തബീദാൻ, അവ ഒരിക്കലും ഇല്ലാതാവുകയോ അത് നശിച്ചു പോവുകയോ ഇല്ല എന്ന് അദ്ദേഹം തന്റെ അഖീദയിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ധാരാളം തെളിവുകൾ ഈ വിഷയത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നു, ജസാഉഹും ഇൻദ റബ്ബിഹിം, മുഅ്മിനീങ്ങളായ ആളുകൾ അവരെക്കുറിച്ച് പറയുകയാണ്, അവർക്ക് തങ്ങളുടെ റബ്ബിൽ, അവരുടെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലം എന്താണ്? ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ അവർക്കുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖാലിദീന ഫീഹ, സ്ഥിരവാസത്തിനുള്ള സ്ഥലങ്ങളാണത്. അബദൻ, അവരതിലെന്നെന്നും നിത്യവാസികളായിരിക്കും. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് അതെന്നെന്നും നിലനിൽക്കുന്നതാണ്. നരകത്തെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ ലഅനൽ കാഫിരീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളെ അല്ലാഹു ശപിക്കുകയും വഅഅദ്ദ ലഹും സഈറ, അവർക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന നരകം അല്ലാഹു തയ്യാറാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഖാലിദീന ഫീഹ അബദ, അവരതിൽ നിത്യവാസികളായിരിക്കും, ശാശ്വതരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. സ്വർഗ്ഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, മസലുൽ ജന്നത്തി അല്ലതി വുഇദൽ മുത്തഖൂൻ, തഖ്വ പാലിക്കുന്ന സൂക്ഷ്മതയുള്ള ആളുകൾ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗ്ഗത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, അതിന്റെ ഉപമ എങ്ങനെയാണ്? തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഉഖ്ലുഹാ ദായിമുൻ വദില്ലുഹാ, ആ സ്വർഗ്ഗത്തിലുള്ള കനികളും അതിലുള്ള തണലുകളും അതൊക്കെ എന്നെന്നും നിലനിൽക്കുന്നതാണ്, ശാശ്വതമായുള്ളതാണ് അല്ലാഹു പറയുകയാണ്. സ്വർഗ്ഗത്തെക്കുറിച്ച് അല്ലാഹു വീണ്ടും പറയുന്നു, ഇന്ന ഹാദാ ലറിസ്ഖുനാ മാ ലഹു മിൻ നഫാദ്, നാം നൽകുന്ന ഈ റിസ്ക് ഉണ്ടല്ലോ, ഈ ഉപജീവനം, അതൊരിക്കലും തീർന്നു പോവുകയില്ല. സ്വർഗ്ഗത്തിൽ അവർക്ക് ലഭിക്കുന്ന ആ കായ്ക്കനികൾ, ആ റിസ്ക് അത് തീർന്നു പോകുന്നതല്ല. സ്വർഗ്ഗവാസികളെ കുറിച്ച് അല്ലാഹു പറയുന്നു, ലാ യമസ്സുഹും ഫീഹാ നസബ്, അവർക്കവിടെ ക്ഷീണം ബാധിക്കുകയില്ല. വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ, അവരാ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരിക്കലും പുറത്താക്കപ്പെടുകയില്ല. എന്നെന്നും കാലാകാലം അവിടെ താമസിക്കേണ്ടവരാണ് സ്വർഗീയവാസികൾ. നരകത്തിൽ പ്രവേശിക്കപ്പെട്ട കാഫിറുകൾ, അവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അല്ലാഹു പറഞ്ഞില്ലേ, യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ, അവർ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ആഗ്രഹിക്കും. വമാ ഹും ബിഖാരിജീന മിൻഹാ, എന്നാൽ അതിൽ നിന്ന് പുറത്തു പോകാൻ അവർക്ക് സാധ്യമാവുകയേ ഇല്ല. ഇനി അല്ലാഹു പറയുന്നു, വലഹും അദാബും മുഖീം,
അവർക്ക് നിരന്തരമായ ശിക്ഷയാണുള്ളത്, അതൊരിക്കലും നിന്നു പോകുന്നില്ല. എന്നെന്നും തുടർച്ചയായിട്ടുള്ള നിരന്തരമായുള്ള ശിക്ഷയാണ് ആ നരകവാസികളായ കാഫിറുകൾക്കുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാണ് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം. മൂന്നാമതായി, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ധാരാളം സഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആ സ്വർഗത്തിലുള്ള അനുഭൂതികൾ, സ്വർഗത്തിലുള്ള ആളുകളുടെ വിശേഷണങ്ങൾ, അതിൽ ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതുപോലെ നരകത്തെക്കുറിച്ചും ധാരാളം ഹദീസുകളുണ്ട്. ആ സഹീഹായി വന്ന എല്ലാ ഹദീസുകളും അത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയും അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈമാൻ അത് പൂർത്തിയാകുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള നമ്മുടെ വിശ്വാസം അത് ശരിയായ അഹ്ലുസുന്നയുടെ വഴിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷമായി ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വലികുല്ലി ഹയ്യിൻ ആഖിലിൻ ഫീ ഖബ്രിഹി അമലുൻ യുഖാരിനുഹു ഹുനാക വയുസ്അലു. അടുത്തതായി പറയുന്നത് ഖബറിലുള്ള ശിക്ഷയെക്കുറിച്ചും ഖബറിലുള്ള ചോദ്യത്തെക്കുറിച്ചുമാണ്. ഖബറിൽ ഓരോ ആളുകൾക്കും അവന്റെ ചെയ്ത കർമ്മങ്ങൾ അവന്റെ കൂടെയുണ്ടാകും. അമലുൻ യുഖാരിനുഹു, അവന്റെ കർമ്മങ്ങൾ അവന്റെ കൂടെയുണ്ടാകും. അത് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ ആ തിന്മ അതവന്റെ കൂടെയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ യത്ബഉൽ മയ്യിത സലാസത്തുൻ, ഒരു മയ്യിത്തിനെ പിന്തുടരുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഫയർജിഉ സ്നാനി വയബ്ഖാ മഅഹു വാഹിദുൻ, അത് രണ്ടെണ്ണം തിരിച്ചു വരികയും ഒന്നവന്റെ കൂടെ ബാക്കിയാവുകയും ചെയ്യുന്നു. യത്ബഉ അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും അവന്റെ അമലുകളുമൊക്കെ അവനെ പിന്തുടരുന്നു. എന്നാൽ ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും ഒക്കെ തിരിച്ചു മടങ്ങുന്നു. വയബ്ഖാ അമലുഹു, അവന്റെ കർമ്മം മാത്രമാണ് അവന്റെ കൂടെ ബാക്കിയാകുന്നത്. അപ്പോൾ ഒരാളുടെ കർമ്മങ്ങൾ അതാണ് അവന് ഉപകരിക്കുക എന്ന പാഠമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഈ വരിയിലൂടെ പ്രധാനമായും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം സൂചന നൽകുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്നാമത്തേത് ഫിത്നത്തുൽ ഖബർ, ഖബറിലുള്ള ചോദ്യമാണ്. രണ്ടാമത്തേത് അദാബുൽ ഖബ്രി വനഈമുഹു, ഖബറിലുള്ള ശിക്ഷയോ അതല്ലെങ്കിൽ രക്ഷയോ. ഈ രണ്ട് കാര്യവും ഉണ്ട് എന്നത് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്ന കാര്യമാണ്. ഇത് ഗൈബിയായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും എന്ത് വന്നുവോ, എങ്ങനെയാണോ സ്ഥിരപ്പെട്ടു വന്നത്, അതാണ് നാം വിശ്വസിക്കേണ്ടത്. ഈ ഗൈബിയായ കാര്യങ്ങളിൽ അതിനപ്പുറത്തേക്ക് ചുഴിഞ്ഞന്വേഷിക്കുവാൻ ഒരാൾക്കും പാടില്ല. അതാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ നിലപാട്, അതായിരിക്കണം. ഒന്നാമതായി നാം പറയുന്നത് ഫിത്നത്തുൽ ഖബറിനെ കുറിച്ചാണ്, ഖബറിലുള്ള ചോദ്യത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ മുതവാത്തിറായ നിലയ്ക്ക് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ നിഷേധിക്കുക എന്നുള്ളത് അത് കുഫറാകുന്ന കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഫിത്ന എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അൽ-ഇംതിഹാൻ, അൽ-ഇഖ്തിബാർ, പരീക്ഷണം എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നാളെ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ അവനെ രണ്ട് മലക്കുകൾ ചോദ്യം ചെയ്യും. അവന്റെ റബ്ബിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും നബിയെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യും. അതാണ് ഇവിടെ ഫിത്ന എന്നതുകൊണ്ട്, ഫിത്നത്തുൽ ഖബർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫയഅതീഹി മലകാനി, ഒരു വ്യക്തിയെ അവനെ മറമാടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ അടുക്കലേക്ക് രണ്ട് മലക്കുകൾ വരും. ഫയുജ്ലിസാനിഹി, എന്നിട്ട് അവനെ എഴുന്നേറ്റ് ഇരുത്തിക്കും. ഫയഖൂലാനി, എന്നിട്ട് ആ രണ്ട് മലക്കുകൾ അവനോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്. മുഅ്മിനായ വ്യക്തിയാണെങ്കിൽ അവൻ പറയും റബ്ബി അല്ലാഹ്. ഫയഖൂലാനി, അവർ വീണ്ടും ചോദിക്കും വമാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? മുഅ്മിനായ വ്യക്തി പറയുന്നു ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാകുന്നു. അവർ വീണ്ടും ചോദിക്കും മാ ഹാദ അർറജുലു അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരാണ്? റസൂലിനെ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. മുഅ്മിനായ വ്യക്തി പറയും ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖബറിൽ ചോദ്യമുണ്ട് എന്നത് അഹ്ലുസുന്ന വൽ ജമാഅ അവർ സ്ഥിരപ്പെടുത്തുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞതായി കാണാം,
ഇന്നഹു ഖദ് ഊഹിയ ഇലയ്യ, തീർച്ചയായും എനിക്ക് വഹി നൽകപ്പെട്ട കാര്യമാണ്, അന്നകും തുഫ്തനൂന ഫീ ഖുബൂരിക്കും, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഖബറുകളിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, അഥവാ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് അവിടുന്ന് പറയുന്നു, മിസ്ല ഔ ഖരീബൻ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ പരീക്ഷണത്തിന് സമാനമായതോ അതല്ലെങ്കിൽ അതിനോടടുത്തുള്ള പരീക്ഷണമോ ആയിരിക്കും അതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആ പരീക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങൾ രണ്ട് തരക്കാരായിരിക്കും. ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖൗലു സാബിത് അഥവാ സുസ്ഥിരമായ ഒരു വാക്കുകൊണ്ട് അല്ലാഹു ഉറപ്പുകൊടുത്ത ആളുകളുണ്ട്, ഈമാനുള്ള ആളുകൾ. അവർ നാളെ ഖബറിൽ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയും. എന്നാൽ കാഫിറുകളായ ആളുകൾ, മുനാഫിക്കുകളായ ആളുകൾ, അവർക്കിതിന് മറുപടി പറയാൻ കഴിയുകയില്ല. അവരാണ് രണ്ടാമത്തെ വിഭാഗം ആളുകളെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ മലക്കുകളുടെ പേരെന്താണ്? ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതുപോലെ അൽ മുൻകറു വൻ നകീർ. എന്നാൽ ചില റിവായത്തുകളിൽ ആ മലക്കുകൾ 3 എണ്ണമാണ്, അതല്ലെങ്കിൽ 4 എണ്ണമാണ് എന്നൊക്കെ വന്നതായി കാണാം. ബഷീർ വ മുബശ്ശർ, മുബശ്ശിർ, മുൻകർ, നകീർ എന്നൊക്കെ. എന്നാൽ മുൻകർ അതുപോലെ അൻ നകീർ എന്ന നാമങ്ങളാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ബാക്കിയുള്ള റിവായത്തുകളൊന്നും അത് സഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇദാ ഖുബിറ അഹദുക്കും അവിൽ ഇൻസാൻ, നിങ്ങളിൽ ആരെങ്കിലും മറമാടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ മറമാടപ്പെട്ടാൽ, അതാഹു മലക്കാനി അസ്വദാനി അസ്റഖാൻ, അവന്റെ അടുക്കലേക്ക് കറുത്തിരുണ്ട ശരീരവും നീല കണ്ണുകളുള്ള 2 മലക്കുകളും അവന്റെ അരികിലേക്ക് വരും. പണ്ഡിതന്മാർ അങ്ങനെയാണ് ഇതിന് വിശദീകരണം നൽകിയത്. അതല്ലെങ്കിൽ മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത്, അങ്ങേയറ്റം കറുത്തിരുണ്ട മലക്കുകൾ, 2 മലക്കുകൾ അവന്റെ അരികിലേക്ക് വരും. യുഖാലു ലി അഹദിഹിമാ അൽ മുൻകറു വലിൽ ആഖരി അൻ നകീർ, അതിലൊരാൾ മുൻകറും മറ്റൊരാൾ അൻ നകീറുമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അങ്ങനെ പേര് വരാനുള്ള കാരണം എന്താണ്? ഈ ദുനിയാവിൽ നമ്മൾ കണ്ടു പരിചയമില്ലാത്ത ഒരു ഭാവത്തിലാണ് അവർ കടന്നു വരുന്നത്. കറുത്തിരുണ്ട ശരീരവും നീല കണ്ണുകളുമായി നമുക്ക് പരിചയമില്ലാത്ത മുഖങ്ങളാണ്. അതുകൊണ്ടാണ് പരിചയമില്ലാത്ത വ്യക്തി, അറിയപ്പെടാത്ത വ്യക്തി എന്ന നിലയ്ക്ക് അൽ മുൻകർ അൻ നകീർ എന്ന പേര് വരാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ ഇതിന്റെ കൂടെ രേഖപ്പെടുത്തിയതായി കാണാം. ഇതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട മസ്അലകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഈ ഉമ്മത്തെന്നല്ല, എല്ലാ ഉമ്മത്തും അവർ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എല്ലാ ഉമ്മത്തും അവർ ഖബറുകളിൽ ചോദ്യം ചെയ്യപ്പെടും. അതാണ് ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് മാത്രമല്ല, ഓരോ ഉമ്മത്തും അവരുടെ റസൂലിനെ കുറിച്ച് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഖബറിലുള്ള ചോദ്യം അത് മുഅ്മിനുകളായ ആളുകൾക്കും കാഫിറുകളായ ആളുകൾക്കും മുനാഫിക്കുകളായ ആളുകൾക്കും ഈ ചോദ്യം നേരിടേണ്ടി വരും. ചില പണ്ഡിതന്മാർ അവർ പറഞ്ഞിട്ടുള്ളത്, മുഅ്മിനുകളും മുനാഫിക്കുകളും അവർക്ക് മാത്രമാണ് ഖബറിൽ ചോദ്യമുള്ളത്, കാഫിറുകളായ ആളുകൾക്ക് അവരോട് ചോദ്യമൊന്നുമില്ല, അവർക്ക് നേരിട്ട് ശിക്ഷയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. എന്നാൽ ഹദീസുകളുടെ വാചകങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ 3 വിഭാഗം ആളുകളും അവർ ചോദ്യം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഹദീസിൽ നമുക്ക് കാണാം, വഅമ്മൽ കാഫിറു വൽ മുനാഫിഖ്, കാഫിറും അതുപോലെ മുനാഫിഖും, ഈ 2 ആളുകളോടും ചോദ്യം ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഖബറിലുള്ള ഈ ചോദ്യം, അതുപോലെ ഖബറിൽ ഇനി നമ്മൾ വരാനിരിക്കുന്ന കാര്യമാണ്, ഖബറിൽ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. ഇതൊക്കെ ഖബറിൽ മറമാടപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല. അയാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു, അതല്ലെങ്കിൽ ഒരാൾ തീപിടുത്തത്തിൽ അയാൾ കത്തി നശിച്ചു എന്ന് വിചാരിക്കുക, ഇങ്ങനെയുള്ള ഏതാളുകൾക്കും അവർക്കൊക്കെ ചോദ്യമുണ്ട്, അവർക്ക് നഈമുണ്ട്, അവർക്ക് അദാബുണ്ട്. പിന്നെ അദാബുൽ ഖബർ എന്ന് പറയാനുള്ള കാരണം എന്താണ്?
സൃഷ്ടികളിൽ അധിക ആളുകളും അവരെ മറമാടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം അങ്ങനെയാകുന്നു എന്നതുകൊണ്ടാണ് അതിലേക്ക് ചേർത്ത് പറഞ്ഞത്. അതല്ല എങ്കിൽ എല്ലാവരും ഈ ചോദ്യം നേരിടേണ്ടവർ തന്നെയാണ്. ഇത് ബർസഖിയായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ രൂപം എങ്ങനെയാണ് എന്നൊന്നും നമ്മൾ ചോദിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ, അവർ നല്ല ആളുകളാണെങ്കിൽ അവർക്ക് സൗഖ്യവും, അതല്ല മുനാഫിക്കുകളും കാഫിറുകളും ഒക്കെയാണെങ്കിൽ അവർക്കവിടെ ശിക്ഷകളും ഉണ്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ ചോദ്യം, ഖബറിലുള്ള ഈ ചോദ്യത്തിൽ നിന്ന് ചില വിഭാഗം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചോദ്യമില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം അമ്പിയാക്കന്മാരാണ്. അവർക്ക് ഖബറിൽ ചോദ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഫഅമ്മാ ഫിത്നത്തുൽ ഖബർ, ഖബറിലെ പരീക്ഷണം അഥവാ ഖബറിലെ ചോദ്യം, ഫബി തുഫ്തനൂൻ, എന്നെ മുൻനിർത്തിയാണ് നിങ്ങൾ ഖബറിൽ പരീക്ഷിക്കപ്പെടുക, വഅന്നി തുസ്അലൂൻ, എന്നെക്കുറിച്ചാണ് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് അമ്പിയാക്കന്മാരോട് അവർ ഈ ഖബറിലെ ചോദ്യത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വിഭാഗം ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവർ ശുഹദാക്കളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ വിഭാഗം ആളുകൾ അൽ മുറാബിത്തൂൻ, അഥവാ ശത്രുക്കളിൽ നിന്നും മുസ്ലിം നാടുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി, മുസ്ലിമീങ്ങളുടെ രക്തവും അവരുടെ അഭിമാനവും അവരുടെ നാടുമൊക്കെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ആളുകൾ. അവരെക്കുറിച്ച് റസൂലുള്ളാഹി പറയുന്നു, റിബാതു യൗമിൻ വലൈലത്തിൻ ഖൈറുൻ മിൻ സിയാമി ശഹ്രിൻ വഖിയാമിഹി. ഇങ്ങനെ അതിർത്തികളിൽ കാവൽ നിൽക്കുക, ഒരു പകലും ഒരു രാത്രിയും കാവൽ നിൽക്കുക എന്നത് ഒരു മാസം നോമ്പെടുക്കുന്നതിനേക്കാളും രാത്രി നമസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വഇൻ മാത ജറാ അലൈഹി അമലുഹു അല്ലദീ കാന യഅമലുഹു, അവൻ ആ അവസ്ഥയിലാണ് മരണപ്പെടുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം അവനിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാൾ വരെ അവൻ ആ പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടിരിക്കും. വഉജ്രിയ അലൈഹി റിസ്ഖുഹു, അതുപോലെ അവനുള്ള റിസ്ക് അതും നൽകപ്പെട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വഅമിനൽ ഫത്താൻ, ഖബറിലെ പരീക്ഷകനിൽ നിന്ന് അഥവാ ചോദ്യം ചോദിക്കുന്ന മലക്കുകളിൽ നിന്ന് ആ വ്യക്തി അവൻ സംരക്ഷിക്കപ്പെടുന്നതാണ്, അവന് ചോദ്യമുണ്ടായിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇതാണ് ഫിത്നത്തുൽ ഖബറുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട പാഠങ്ങൾ. ഇനി അദാബുൽ ഖബർ, ഖബറിലെ ശിക്ഷയും അതുപോലെ തന്നെ ഖബറിലെ രക്ഷയും. അദാബുൽ ഖബർ വനഈമുഹു, ഖബറിലെ രക്ഷയും അതുപോലെ തന്നെ ശിക്ഷയും. ഈ ഒരു കാര്യം അഹ്ലുസുന്ന വൽ ജമാഅ അവർ വിശ്വസിക്കുന്ന കാര്യമാണ്, അത് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെയും ഹദീസിലെയും ധാരാളം തെളിവുകൾ ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, സനുഅദ്ദിബുഹും മർറതൈൻ ثم يردون إلى عذاب عظيم, രണ്ട് പ്രാവശ്യം നാം അവരെ ശിക്ഷിക്കുന്നതാണ്, പിന്നീട് വലിയ വൻപിച്ച ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുന്നതാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖതാദ റബീഅ ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അവർ പറയുന്നു, ഇഹ്ദാഹുമാ ഫി ദുനിയ, രണ്ട് തവണ ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ദുനിയാവിൽ വെച്ചുള്ള ശിക്ഷയാണ്. മുനാഫിക്കുകളായ ആളുകളെ അള്ളാഹു അവരുടെ തനിനിറം അത് ഈ ദുനിയാവിൽ വെളിപ്പെടുത്തുകയും അവരെ വഷളാക്കുകയും നിന്ദിക്കുകയും ചെയ്യും. വൽ ഉഖ്റ ഹിയ അദാബുൽ ഖബർ, രണ്ടാമത്തേത് അത് ഖബറിലുള്ള ശിക്ഷയാണ് എന്ന് മഹാന്മാരായ താബിഈങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ബാബു മാ ജാഅ ഫി അദാബിൽ ഖബർ, അദാബുൽ ഖബറുമായി ബന്ധപ്പെട്ട അധ്യായത്തിലാണ് ഈ ആയത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ആയത്താണ് നാം മുൻപ് ഓതിയ ആയത്താണ്, അന്നാറു യുറബൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ. ഫിർഔനിന്റെ ആളുകൾ, കാഫിറുകളായി മരിച്ച ആളുകൾ, അവർക്ക് ഖബറിൽ രാവിലെയും വൈകുന്നേരവും നരകം അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്.
അവർക്കുള്ള ശിക്ഷയാണത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഖബറിൽ ശിക്ഷയുണ്ട് എന്നതിന് അഹ്ലുസുന്ന വൽ ജമാഅ തെളിവ് പിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഈ മുകളിലോതിയ ആയത്തെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഫറഗ അഹദുകും മിനത് തശഹുദിൽ ആഖിർ, നമസ്കാരത്തിൽ തശഹുദുൽ ആഖിർ അതിലെ പ്രാർത്ഥനയിൽ നിങ്ങൾ വിരമിച്ചാൽ ഫൽയതഅവ്വദ് ബില്ലാഹി മിൻ അർബഅ, 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കണം, രക്ഷ ചോദിക്കണം. മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത് വമിൻ ശർരിൽ മസീഹിദ് ദജ്ജാൽ. ഈ 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷ ചോദിക്കണം. അപ്പോൾ അദാബുൽ ഖബർ ഉണ്ട്, ഉള്ള കാര്യത്തിൽ നിന്നാണെന്ത് അഭയം ചോദിക്കാൻ കഴിയുള്ളൂ. അപ്പം അത് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഹദീസാണ് മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ, ആ 2 പേരും അവരുടെ ഖബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഖബറിൽ ശിക്ഷയുണ്ട്. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ സ്ഥിരപ്പെടുത്തുന്ന കാര്യം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരു യഹൂദിയായ ഒരു സ്ത്രീ കടന്നു വരികയും അവർ ഖബറിന്റെ ശിക്ഷയെക്കുറിച്ച് പറയുകയുമുണ്ടായി. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, അആദകില്ലാഹു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു താങ്കളെ രക്ഷപ്പെടുത്തട്ടെ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് അദാബുൽ ഖബറിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. റസൂലുള്ളാഹി പറഞ്ഞു, നഅം, അത് ഉള്ളതാണ്. അദാബുൽ ഖബ്രി ഹഖ്ഖുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖബറിൽ ശിക്ഷയുണ്ട് എന്നുള്ളത് അത് സത്യമാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ അദാബുൽ ഖബറിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാതെ അവിടുന്ന് നമസ്കരിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. ഖബറിലുള്ള ഈ ശിക്ഷ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമോ, അതല്ല കുറച്ചു കാലം ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അത് നിൽക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തതായി കാണാം. അതിലാദ്യമായി മനസ്സിലാക്കേണ്ടത്, കാഫിറുകളായ ആളുകൾ അവർക്ക് ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിൽ ശിക്ഷ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾ, തെറ്റുകൾ സംഭവിച്ചു പോയ ആളുകൾ, ആ തെറ്റുകളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ ശിക്ഷിച്ചേക്കാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 വ്യക്തികളുടെ ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ അവർ ആ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ ചെയ്ത തെറ്റെന്താണ്? ഒന്നാമത്തെയാൾ നമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളാണ്, ഏഷണിയും പരദൂഷണവുമായി നടക്കുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തി മൂത്രിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ശുദ്ധിയാകാത്ത, അതല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാത്ത ആളായിരുന്നു. അതിന്റെ പേരിലാണ് ഖബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെറ്റുകളുടെ പേരിൽ മുഅ്മിനീങ്ങളായ ആളുകൾ അവർക്ക് ഖബറിൽ ശിക്ഷ അനുഭവിക്കാം. ആ ശിക്ഷ ചിലപ്പോൾ ധാരാളം സമയം നീണ്ടതായിരിക്കാം, അതല്ലെങ്കിൽ കുറച്ചു കാലം ശിക്ഷിക്കുകയും പിന്നീട് അത് നിലയ്ക്കുകയും ചെയ്തേക്കാം എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ കാഫിറുകളായ ആളുകൾ അവരുടെ ശിക്ഷ അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഖിയാമത്ത് നാൾ വരെ അവർ ആ ഖബറിൽ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ ഖബറിലുള്ള ശിക്ഷ അത് നമ്മുടെ റൂഹിനും നമ്മുടെ ശരീരത്തിനും ഒരുമിച്ചാണ് ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. റൂഹാണ് അസ്ൽ എന്ന് പറയുന്നത്. ബർസഖിയായ ലോകത്ത് റൂഹാണ് അസ്ല്. അതിനെ തുടർന്ന് ശരീരത്തിനും ആ ശിക്ഷകൾ ഏൽക്കേണ്ടി വരും. അതാണ് ശരിയായ വിശ്വാസമായി, നിലപാടായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യം. ഈ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളാണ്, സൽക്കർമ്മങ്ങളാണ്. ആ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ തന്നെ ഫർളായ നിർബന്ധമായ കാര്യങ്ങൾ, അതിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഒരു മയ്യത്ത് ഖബറിൽ വെച്ച് വെക്കപ്പെടുകയും അങ്ങനെ അവിടെയുള്ള ആളുകളൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ചെരുപ്പടി ശബ്ദം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മയ്യത്തിനെ കേൾപ്പിക്കുന്നതാണ്. എന്നിട്ട് പറയുന്നു, ഫഇൻ കാന മുഅ്മിനൻ,
ആ വ്യക്തി മുഅ്മിനാണെങ്കിൽ കാനത്തി സ്വലാത്തു ഇൻദ റഅസിഹി, അവന്റെ നമസ്കാരം അവന്റെ തലയുടെ ഭാഗത്തുണ്ടാകും. വകാന സിയാമു അൻ യമീനിഹി, അവന്റെ വലതു ഭാഗത്ത് അവൻ അനുഷ്ഠിച്ച നോമ്പുകൾ ഉണ്ടാകും. വകാനത്തി സകാത്തു അൻ ശിമാലിഹി, അവന്റെ സകാത്ത്, അവൻ നൽകിയിട്ടുള്ള സമ്പത്തിന്റെ ഓഹരി സകാത്ത് അതവന്റെ ഇടതു ഭാഗത്തുണ്ടാവും. വകാന ഫിഅലുൽ ഖൈറാത്ത്, അവൻ ചെയ്ത നന്മകൾ, മിനസ് സദഖതി വസ്സിലതി വൽ മഅറൂഫി വൽ ഇഹ്സാൻ, ദാനധർമ്മങ്ങളും കുടുംബബന്ധം ചേർക്കലും അതുപോലെ അവൻ ചെയ്ത നന്മകൾ അതെല്ലാം അവന്റെ കാൽഭാഗത്തുമുണ്ടാകും. അങ്ങനെ അതാ തലഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ ഫതഖൂലു സ്വലാ, നമസ്കാരം വിളിച്ചു പറയുന്നു, മാ ഖിബലി മദ്ഖലിൻ, ഇതിലൂടെ പ്രവേശനമില്ല. പിന്നീട് വലതുഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ സിയാം, നോമ്പ് പറയുന്നു, ഇതിലൂടെയും പ്രവേശനമില്ല. ഇടതു ഭാഗത്തിലൂടെ കടന്നു വരുമ്പോൾ സക്കാത്ത്, അതും തടുക്കുകയാണ്. കാലിന്റെ ഭാഗത്തിലൂടെ കടന്നു വരുമ്പോൾ അവൻ ചെയ്ത നന്മകൾ, അവൻ ചേർത്ത കുടുംബ ബന്ധങ്ങൾ, അവൻ ജനങ്ങളോട് കാണിച്ച നന്മകളൊക്കെ അതും ആ ശിക്ഷയെ തടുക്കുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അങ്ങനെ അവന്റെ നാനാഭാഗത്തും അവന്റെ സൽക്കർമ്മങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അവനൊരു സംരക്ഷണം ഒരുക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, വ ഇന്നൽ കാഫിർ, എന്നാൽ കാഫിറായ ഒരു വ്യക്തിയാണെങ്കിൽ ഇദാ ഉതിയ മിൻ ഖിബലി റഅസിഹി ലം യൂജദ് ശൈഉൻ, അവന്റെ തലഭാഗത്തിലൂടെ ശിക്ഷകൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ ശിക്ഷയെ തടുക്കാൻ, അതിനെ തടുത്തുമാറ്റാൻ ഒരു നന്മയും അവന്റെ പക്കലില്ല. അവന്റെ വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും അവന്റെ കാൽഭാഗത്തിലൂടെയും ഒക്കെ വരുന്നുണ്ട്. അതൊന്നും തടുക്കാൻ അവന്റെ പക്കൽ യാതൊന്നും തന്നെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇതാണ് ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് നാം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് ധാരാളമായി നന്മകൾ ചെയ്യുക, നന്മകളിൽ മുന്നേറുക. ആ നന്മകളൊക്കെ ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതോടുകൂടി ഈ അഖീദ അൽ ഖസീദത്തുൽ ലാമിയ, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശൈഖ് അവറുകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവസാനത്തെ 2 വരികളിൽ അവിടുന്ന് നമുക്ക് നൽകുന്ന ചെറിയൊരു ഉപദേശമാണ്. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം അല്പം കുറച്ചു നേരം അതുകൂടി നമുക്ക് പറയാം. അതോടുകൂടി ഈ കവിത നാം പൂർത്തീകരിക്കും. അൽഹംദുലില്ലാ. നമസ്കാരത്തിന് ശേഷം അല്പനേരം കൂടി നമുക്കിരിക്കാം. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം തന്റെ ഈ ചെറിയ കവിതയിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അവരുടെ അഖീദയുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഹാദാ ഇഅ്തിഖാദു ശാഫിഈ വമാലികി വഅബീ ഹനീഫത സുമ്മ അഹ്മദ യുൻഖലു. ഈ കവിതയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സഹാബത്തിനെക്കുറിച്ച്, ഖുർആനിനെക്കുറിച്ച്, മീസാന്, ഹൗദ്, സിറാത്ത്, അദാബുൽ ഖബർ, ഫിത്നത്തുൽ ഖബർ, അങ്ങനെ ഈ കവിതയിൽ വന്നിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും, ഈ വിശ്വാസങ്ങളൊക്കെ അത് ഞാൻ എൻ്റെ അഭിപ്രായമായി പറഞ്ഞതല്ല. അതെല്ലാം മുൻഗാമികളായ പണ്ഡിതന്മാർ, സലഫുകൾ, അവരുടെ അഭിപ്രായമാണ്, അവരുടെ വിശ്വാസമാണിത്. ഇമാം ഷാഫിഈയുടെയും ഇമാം മാലിക്കിന്റെയും ഇമാം അബൂ ഹനീഫയുടെയും ഇമാം അഹ്മദിന്റെയും അവരിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അഖീദയുടെ കാര്യത്തിൽ എല്ലാവരും ഒരേ ഒരു മാർഗമാണുള്ളത്, അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ മാർഗമാണ്. എന്നാൽ ഫിഖ്ഹിന്റെ മാർഗത്തിൽ, ഫിഖ്ഹ് പഠിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം പ്രധാനമായി 4 ഫിഖ്ഹിന്റെ മദ്ഹബുകളുണ്ട്. ഷാഫിഈ ഉണ്ട്, അതുപോലെ തന്നെ ഹനഫിയുണ്ട്, മാലിക്കിയുണ്ട്, ഹംബലിയുണ്ട്. ഈ 4 ഫിഖ്ഹുകൾ, 4 മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫിഖ്ഹ് പഠനം പഠിക്കാവുന്നതാണ്.
എന്നാൽ ഫിഖ് പഠിച്ചതിന് ശേഷം അതല്ലെങ്കിൽ പഠിക്കുന്ന ഘട്ടങ്ങളിൽ പ്രമാണങ്ങളോട് എതിരാകുന്ന അഭിപ്രായം വരുമ്പോൾ നമ്മൾ അതിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. എന്നാൽ അതുപോലെ വിശ്വാസകാര്യങ്ങളിൽ ഇങ്ങനെ 4 എണ്ണമില്ല, ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇവിടെ മദ്ഹബിന്റെ 4 ഇമാമുമാരെയും ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ഷാഫിഈയുടെ അഖീദക്കുള്ള പ്രത്യേകത അതേ അഖീദ തന്നെയാണ് ഇമാം മാലിക്കിനുള്ളതും. ഇമാം മാലിക്കിന്റെ അതേ അഖീദ തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിനുള്ളതും. അവർക്കിടയിൽ ഏതെങ്കിലും ഒന്നിന് മറ്റൊന്നിനേക്കാൾ പ്രത്യേകതയുള്ളതായി അങ്ങനെയൊന്നില്ല. അഖീദയുടെ വിശ്വാസകാര്യങ്ങളിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അതിൽ പ്രത്യേകമായ വഴികളില്ല. അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വഴികളാണ്. എന്നാൽ ചില പിഴച്ചുപോയ ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ, അവരെന്ത് പറയും? ഞങ്ങൾ കർമ്മപരമായി കർമ്മശാസ്ത്രപരമായി ഫിഖ്ഹിൽ ഞങ്ങൾ ശാഫിഈയാണ്, വിശ്വാസകാര്യത്തിൽ ഞങ്ങൾ അശ്അരികളാണ്, മാതുരീദികളാണ്, അതല്ലെങ്കിൽ ഫൽസഫയുടെ ഇൽമുൽ കലാമിന്റെ വഴി സ്വീകരിച്ച അങ്ങനെ പിഴച്ചുപോയ ധാരാളം കക്ഷികളിലേക്ക് ചേർക്കുന്നതായി കാണാം. ഇതൊരിക്കലും നമ്മുടെ മുൻഗാമികൾക്ക് പണ്ഡിതന്മാർക്ക് പരിചയമില്ലാത്ത കാര്യമാണ് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള 4 മദ്ഹബിന്റെ ഇമാമുകളുടെ പേരാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഇതാണ് അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാനിന്റെയും അലിയുടെയും റളിയല്ലാഹു അൻഹും അവരുടെ അഖീദയാണ് ഇത് എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ അഖീദയാണെന്ന് എല്ലാവർക്കും അറിയാം. മറിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന 4 പ്രധാനപ്പെട്ട മദ്ഹബുകളാണ് ഈ പറയപ്പെട്ട 4 മദ്ഹബുകൾ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ, അവരിൽ അധിക ആളുകളും ഈ 4 ഒരു മദ്ഹബിനെ പിന്തുടരുന്നവരായിരിക്കും, അതല്ലാത്ത ആളുകളുമുണ്ട്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ വിശ്വാസമാണ് ഈ പറയപ്പെട്ട കാര്യം എന്ന് അദ്ദേഹം പ്രത്യേകമായി ഉണർത്തിയത്. ഇനി ഈ പറയപ്പെട്ട 4 ഇമാമുകൾ, അവരെക്കുറിച്ച് നമ്മൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള ക്രമത്തിലല്ല അവരുടെ കാലഘട്ടമുള്ളത്. ഈ കവിതയിൽ ആദ്യം പറഞ്ഞത് ഇമാം ഷാഫിഈയാണ്. എന്നാൽ ഈ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ കാലഘട്ടം നാം പരിഗണിച്ചു നോക്കുമ്പോൾ അതിലൊന്നാമതായി വരുന്നത് അബൂ ഹനീഫയാണ്. അൻ-നുഅ്മാൻ ബിൻ സാബിത്ത് അൽ-കൂഫി റഹിമഹുല്ലാ. അദ്ദേഹം ഹിജ്റ 80 ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ ജനിക്കുന്നത്. അദ്ദേഹം ഹിജ്റ 150 മരണപ്പെടുകയും ചെയ്തു. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂഫയിലേക്ക് വന്നപ്പോൾ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയെ കണ്ടുമുട്ടിയതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ രണ്ടാമത്തെ പണ്ഡിതനാണ് ഇമാം മാലിക് റഹിമഹുല്ല. ഇമാം മാലിക് റഹിമഹുല്ല ജനിക്കുന്നത് ഹിജ്റ 93 അബൂ അബ്ദില്ലാ മാലിക് ബിൻ അനസ്. അദ്ദേഹം ജനിക്കുന്നത് മദീനയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെടുന്ന അതേ വർഷത്തിലാണ് ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ല അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ 179 അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഖബർ ബക്കീഇലാണ് അദ്ദേഹം മറമാടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് 85 വയസ്സായിരുന്നു മരിക്കുന്ന സമയത്ത് പ്രായമെന്ന് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ വ്യക്തിയാണ് ഇമാം ശാഫിഈ റഹിമഹുല്ല, അബൂ അബ്ദില്ലാ മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ല. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 150 നമ്മൾ പറഞ്ഞു ഇമാം അബൂ ഹനീഫ മരണപ്പെടുന്നത് 150 പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇമാം അബൂ ഹനീഫ മരണപ്പെടുന്ന ആ ദിവസമാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ല അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ 204 ഇമാം ഷാഫിഈ റഹിമഹുല്ല മരണപ്പെടുകയുണ്ടായി. അതുപോലെ നാലാമതായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അബൂ അബ്ദില്ലാ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 164 മരണപ്പെടുന്നത് ഹിജ്റ 241 അങ്ങനെ ഈ 4 മദ്ഹബിന്റെ ഇമാമുമാർ അവർ വളരെ പൗരാണികരാണ്. റസൂൽ സ്വഹാബത്തിനോടും അതുപോലെ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ അവരോടൊപ്പം ജീവിക്കുവാനും അവരിൽ നിന്ന് ഇൽമു പഠിക്കുവാനും ഭാഗ്യം ലഭിച്ച വലിയ പണ്ഡിതന്മാരാണവർ. അതുകൊണ്ട് അവരുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസവും എന്ന് നമുക്ക് ധൈര്യസമേതം അത് പറയാൻ കഴിയും. അതാണ് വിശ്വാസകാര്യത്തിൽ അഹ്ലുസുന്നയുടെ മാർഗം എന്ന് പറയുന്നത്. അത് ഒരേ ഒരു മാർഗമാണ്. മുൻകഴിഞ്ഞ സലഫുകൾ
ഇമാമുകൾ അവർ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇന്നും, അതേ വിശ്വാസം തന്നെയാണ് നാം ഇന്നും പുലർത്തുന്നതും നാം വിശ്വസിക്കുന്നതും. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം അദ്ദേഹം അവസാനമായി 2 ഉപദേശങ്ങൾ നമുക്ക് നൽകുകയാണ്. فإن اتبعت سبيلهم فموفق وإن ابتدعت فما عليك معول. നീ അവരുടെ മാർഗത്തെ, അഥവാ മുകളിൽ സൂചിപ്പിച്ച ഇമാമുമാർ അതുപോലെ സലഫുകൾ അവരുടെ മാർഗത്തെ നീ പിന്തുടരുകയാണെങ്കിൽ നീ വിജയിച്ചവനാണ്, അള്ളാഹുവിന്റെ തൗഫീഖ്, അള്ളാഹുവിന്റെ സഹായം ലഭിച്ചവനാണ്. എന്നാൽ നീ ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഫമാ അലൈക മുഅവ്വലു, പിന്നീട് നിന്റെ മേൽ അവലംബിക്കാൻ പറ്റുകയില്ല, നിന്റെ വാക്കുകൾ അത് പരിഗണിക്കാൻ പറ്റുകയില്ല, അതിന് യാതൊരു വിലയുമില്ല എന്നാണ് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത്. അൽ അംറു ബിൽ ഇത്തിബാ വന്നഹ്യു അനിൽ ഇബ്തിദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, അതുപോലെ ബിദ്അത്തുകൾ അതിൽ നിന്ന് മാറി നിൽക്കുക. ഈ 2 പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ഈ കവിതയുടെ അവസാനമായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ നമുക്ക് നൽകുന്നത്. അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫദീനുല്ലാഹി മബ്നിയുൻ അല ഇത്തിബാഇ കിതാബില്ലാഹി വസുന്നതി നബിയിഹി വമത്തഫഖത് അലൈഹിൽ ഉമ്മ. ദീൻ, അല്ലാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് അത് ഖുർആനാണ്, അതുപോലെ റസൂലിന്റെ സുന്നത്താണ്, അതുപോലെ ഈ ഉമ്മത്ത് എല്ലാവരും ഐക്യകണ്ഠേനയായിട്ടുള്ള ഇജ്മാഅയ കാര്യമാണ്. അദ്ദേഹം പറയുന്നു, ഫഹാദിഹി സലാസതു ഹിയൽ മഅസൂമ. ഈ 3 കാര്യങ്ങൾ അത് കുറ്റമറ്റതാണ്, അത് സംരക്ഷിക്കപ്പെട്ടതാണ്. എന്നിട്ട് പറയുന്നു, വമാ തനാസഅത് ഫീഹിൽ ഉമ്മതു റദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഉമ്മത്തിന്റെ ഇടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അവർ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് അവർ ആ കാര്യങ്ങൾ മടക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലൈസ ലി അഹദിൻ അൻ യൻസിബ ലിൽ ഉമ്മതി ശഖ്സൻ യദ്ഉ ഇലാ ത്വരീഖതിഹി യുവാലി അലൈഹാ വയുആദി ഗൈറ കലാമില്ലാഹി വറസൂലിഹി വമജ്തമഅത് അലൈഹിൽ ഉമ്മ. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന്റെ കലാം അഥവാ ഖുർആനിനെയും റസൂലിന്റെ ചര്യകളെയും ഇജ്മാഇനെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടുകയും എന്നിട്ട് ആ വ്യക്തിയുടെ മാർഗത്തിലേക്ക്, ആ വ്യക്തിയുടെ പാതയിലേക്ക് ക്ഷണിക്കുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ പരസ്പരം ബന്ധങ്ങൾ വെച്ചു പുലർത്തുക, ആ വ്യക്തിയുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുമായി പരസ്പരം സൗഹൃദം വെക്കുക, ആ വ്യക്തിയുടെ അഭിപ്രായങ്ങളോട്, ആ വ്യക്തിയുടെ നിലപാടുകളോട്, അതിനോട് എതിര് നിൽക്കുന്ന ആളുകളോട് ശത്രുത പുലർത്തുക. ഇത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും ആർക്കും അനുവാദമില്ല. എന്നാൽ ഇപ്രകാരം ചെയ്യുന്ന ആളുകൾ ആരാണ്? ബിദ്അത്തിന്റെ ആളുകളാണ്. അവരെന്ത് ചെയ്യും? അവർ ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ ഉയർത്തിക്കാട്ടും, എന്നിട്ട് ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ആ നിലപാട് സ്വീകരിക്കാത്തവരെയെല്ലാം അവർ ശത്രുതയോടുകൂടി കാണുകയും ചെയ്യുമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. അദ്ദേഹം പറയുന്നു, അമ്മൽ ഇഅ്തിഖാദു ഫഇന്നഹു ലാ യുഖദു അന്നി വലാ അമ്മൻ ഹുവ അക്ബറു മിന്നി. വിശ്വാസപരമായ അഖീദ അത് എന്നിൽ നിന്നല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അഥവാ ഞാൻ എന്ന വ്യക്തിയല്ല അതിനല്ല പ്രാധാന്യം, എന്നെക്കാൾ വലിയ വ്യക്തികൾക്കുമല്ല, മറിച്ച് ബൽ യുഖദു അനില്ലാഹി വറസൂലിഹി വമാ അജ്മഅ അലൈഹി സലഫുൽ ഉമ്മ. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അതുപോലെ ഈ ഉമ്മത്തിലെ ഉത്തമ തലമുറ സലഫുകൾ അവർ ഇജ്മാ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്നാണ് നിങ്ങൾ വിശ്വാസകാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും അതുപോലെ തന്നെ ഈ ഉമ്മത്തിലെ ഇജ്മാഉമാണ് നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത്. അത് നാം എപ്പോഴും ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഏത് കാര്യം നാം വിശ്വസിക്കണമെങ്കിലും അതിന് നമുക്ക് പ്രമാണം വേണം, തെളിവ് വേണം. അതുകൊണ്ടാണ് സൂഫികളായ ആളുകൾ അവർ പറയുന്നത് കാണാം, എന്ത് കാര്യം ചോദിച്ചാലും അതിൽ തെളിവുകൾ ചോദിക്കുക എന്നുള്ളത് അത് വഹാബികളുടെ രീതിയാണ് എന്ന് സൂഫികൾ പറയാറുണ്ട്. അവർ നമ്മെ പരിഹസിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കത് അഭിമാനമാണ്. നാം എന്ത് വിശ്വസിക്കണമെങ്കിലും എന്ത് കാര്യം അത് പ്രവർത്തിക്കണമെങ്കിലും ദലീലില്ലാതെ, തെളിവില്ലാതെ നാം ഒരു കാര്യത്തിനും മുന്നിട്ടിറങ്ങുകയില്ല. അത് നമ്മുടെ പ്രത്യേകതയായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഖുർആനും സുന്നത്തും അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബിഫഹ്മി സലഫിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ ഉത്തമ തലമുറക്കാരായ സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അവരാണ്
ആദ്യത്തെ 3 തലമുറകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രത്യേകം പ്രശംസിച്ച ആളുകളാണവർ. അവരെങ്ങനെയാണോ ഇതിനെ മനസ്സിലാക്കിയത് അത് പ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഖുർആനിലേക്കാണ്, സുന്നത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നാണ്. പക്ഷേ ആ ഖുർആനിനെയും സുന്നത്തിനെയും അതാദ്യമായി അവതരിച്ചത്, അത് റസൂലിൽ നിന്ന് നേരിട്ട് കേട്ടവർ, അത് നടപ്പിലാക്കിയവർ, അത് സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് അവരെങ്ങനെയാണോ ഇത് മനസ്സിലാക്കിയത് അപ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അവരും തെളിവ് കൊണ്ടുവരുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. വലൗ അന്നഹും ഇദ് ളലമു അൻഫുസഹും എന്ന ആയത്താണ് അവർ തെളിവ് കൊണ്ടുവരുന്നത്. എന്നാൽ ഈ ആയത്ത് ആദ്യമായി അവതരിച്ചത് ആർക്കാണ്? സ്വഹാബത്താണ് ആദ്യമായി കേട്ടത്. അവരാരും റസൂലിന്റെ മരണശേഷം റസൂലിന്റെ ഖബറിന്റെ അരികിൽ പോയി പാപമോചനം ചോദിച്ചിട്ടില്ല. അങ്ങനെ ഏത് വിഷയവും നാം എടുക്കുകയാണെങ്കിൽ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, സ്വഹാബത്തിന് പരിചയമുണ്ടോ എന്ന ഒറ്റ ചോദ്യം മതി എല്ലാ ബിദ്അത്തുകളും അത് ഇല്ലാതാകുവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എന്റെ കാലശേഷം ജീവിക്കേണ്ടി വരുന്ന ആളുകൾ അവർ ദീനിന്റെ വിഷയത്തിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണേണ്ടി വരിക തന്നെ ചെയ്യും. അപ്പോൾ അഭിപ്രായ ഭിന്നതകൾ അത് ധാരാളമായി ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ പറയും, നിങ്ങൾക്ക് 100 അഭിപ്രായങ്ങളാണ്, 100 നിലപാടുകളാണ്, അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ദീന് തന്നെ ഒഴിവാക്കുന്ന, അതല്ലെങ്കിൽ ദീനിനെ വിലവെക്കാതെ തിരിഞ്ഞു കളയുന്ന ആളുകളുണ്ട്. അവർക്ക് ദീനിനെ യാതൊരു വിലയുമില്ല. റസൂലുള്ളാഹി പറയുന്നു ദീനിന്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അതിനുള്ള പരിഹാരമായി, അതിനുള്ള മാർഗമായി റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ. ആ സമയത്ത് നിങ്ങൾ സച്ചരിതരായ ഖുലഫാഉർ റാഷിദീൻ അവരുടെ ചര്യയെ നിങ്ങൾ എന്റെ സുന്നത്തിനെയും അവരുടെ ചര്യയെയും നിങ്ങൾ മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. നിങ്ങൾ അണപ്പല്ലുകൊണ്ട് അത് കടിച്ചു പിടിക്കുക, മുറുകെ പിടിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് മടക്കുക. അത് സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, അവർ ആ ആയത്ത് അനുസരിച്ച് എങ്ങനെ പ്രവർത്തിച്ചു എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത്, സലഫുകളുടെ മാർഗം എന്ന് പറയുന്നത്. അതല്ലാതെ അത് പുതുതായി പിൽക്കാലത്ത് ഏതെങ്കിലും പണ്ഡിതന്മാർ അവർ ഉണ്ടാക്കിയതല്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മണലിൽ ഒരു വര വരയ്ക്കുകയുണ്ടായി. നേരെ ഒരു വര വരച്ചു. എന്നിട്ട് ആ വരയുടെ 2 വശങ്ങളിലേക്കും ധാരാളം വരകൾ വരയ്ക്കുകയുണ്ടായി, വലതു ഭാഗത്തും ഇടതു ഭാഗത്തും. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, നടുവിൽ വരച്ച ആ വരയെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, ഹാദാ സബീലുള്ളാഹ്, ഇതാണ് അല്ലാഹുവിലേക്കുള്ള മാർഗം, ഇതാണ്. എന്നാൽ മറ്റു മാർഗങ്ങളുണ്ട്. ഹാദിഹി സുബുലുൻ അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈഹി. ഈ മറ്റു മാർഗങ്ങളൊക്കെ അത് നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന പിഴച്ചുപോയ മാർഗങ്ങളാണ്. ആ ഓരോ മാർഗത്തിലേക്കും അതിലേക്ക് ക്ഷണിക്കുന്ന ശൈത്താൻ ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരിക്കൽ പറഞ്ഞതായി കാണാം, കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദ. എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗമൊഴികെ. അപ്പോൾ സഹാബത്ത് ചോദിക്കുന്നത് എന്താണ്? ആ പിഴച്ചുപോയ വിഭാഗത്തെക്കുറിച്ചല്ല, ആ രക്ഷപ്പെട്ട വിഭാഗം അവരാരാണ് റസൂലേ? റസൂലുള്ളാഹി പറയുന്നു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടുവോ അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും അത് സലഫുകൾ അവർ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കൽ, അതിഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നല്ല, നിർബന്ധമാണ്. നമസ്കാരവും റമളാനിലെ നോമ്പും സകാത്തും ഒക്കെ നിന്റെ മേൽ എങ്ങനെ നിർബന്ധമാണോ അതുപോലെ നിർബന്ധമായ കാര്യമാണ് ഖുർആനും സുന്നത്തും അത് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ. ഹുദ, സന്മാർഗം, അത് വന്നെത്തിയതിനു ശേഷം നബിയുടെ മാർഗത്തെ അതിനോട് എതിർത്ത് നിൽക്കുന്ന ആളുകൾ,
അതുപോലെ തന്നെ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം അത് പിൻപറ്റുകയും ചെയ്യുക. മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ഖുർആൻ അവതരിക്കുന്ന കാലത്ത് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വഹാബികളാണ്. സ്വഹാബികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ, അവൻ തിരിഞ്ഞ വഴിക്ക് തന്നെ നാം അവനെ തിരിച്ചുവിടുകയും നരകത്തിലിട്ട് നാം അവനെ കരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും അത് സലഫുകളുടെ ഫഹ്ം അനുസരിച്ച് മനസ്സിലാക്കുക, ആ മാർഗത്തിൽ നാം അടിയുറച്ചു നിൽക്കുക. ഇമാം അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ദഅവത്തിന്റെ അടിസ്ഥാനം അത് ഖുർആനും സുന്നത്തും അതുപോലെ സലഫുകളുടെ മാർഗത്തെ പിന്തുടരലുമാണ്. ഒരാൾ വാദിക്കുകയാണ്, ഞങ്ങൾ ഖുർആനും സുന്നത്തും പിന്തുടരും, സലഫുകളുടെ മാർഗം അത് ഞങ്ങൾക്ക് വേണ്ടതില്ല, അത് അങ്ങനെ പറയുന്നവൻ അവന്റെ വാക്കുകൊണ്ട് പറയുന്നില്ലെങ്കിലും അവന്റെ നിലപാടുകൾ കൊണ്ട് അവൻ പറയാതെ പറയുന്ന കാര്യം സഹാബത്തിനെയും താബിഈങ്ങളെയും സലഫുകളെയും ഒക്കെ അവൻ ഇകഴ്ത്തുകയും അവൻ വില കുറച്ച് കാണിക്കുകയുമാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആളുകൾ അങ്ങേയറ്റം വഴികേടിലും അജ്ഞതയിലുമാണ് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുപോലെ ബിദ്അത്തുകളെ, സുന്നത്ത് മുറുകെ പിടിക്കണമെന്ന് നാം പറഞ്ഞു, അതുപോലെ ബിദ്അത്തുകളെ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകൾ നമുക്ക് മനഃപ്പാഠമുള്ളതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്, റസൂലുള്ള പഠിപ്പിക്കാത്ത കാര്യം ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുകയില്ല, അത് തള്ളിക്കളയുന്നതാണ്. അതുപോലെ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, ഈ ദീനിലില്ലാത്ത കാര്യം ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ ഐ മർദൂദുൻ, അത് തള്ളപ്പെടുന്നതാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തും അത് നരകത്തിലാണ്. അതുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ പുതുതായി ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും അത് വഴികേടാണ്. ദീനിന്റെ വിഷയത്തിലേക്ക് കടത്തിക്കൂട്ടിയ ബിദ്അത്തുകൾ, അതിൽ നല്ല ബിദ്അത്തുണ്ട്, ചീത്ത ബിദ്അത്തുണ്ട് എന്നിങ്ങനെ വേർതിരിക്കുന്നത് ശരിയല്ല. മറിച്ച് ദീനിലേക്ക് കടത്തിക്കൂട്ടിയ എല്ലാ ബിദ്അത്തുകളും അത് വഴികേടാണ്. കുല്ലു ബിദ്അത്തിൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അങ്ങനെയാകണമെന്നില്ല. റസൂലിന്റെ കാലത്തില്ലാത്ത പല കാര്യങ്ങളും ഇന്നുണ്ട്. അതിനും ഭാഷാപരമായി പുതിയതെന്ന് പറയാം. അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ദീനിന്റെ വിഷയത്തിൽ റസൂലുള്ള പഠിപ്പിക്കാത്ത, റസൂലുള്ള കാണിച്ചു തരാത്ത വിശ്വാസങ്ങളും കർമ്മങ്ങളൊന്നും അതൊന്നും നല്ലതല്ല, അത് മുഴുവൻ വലാലത്താണ്. അതാണ് സഹാബത്ത് പറഞ്ഞത്. ഹുദൈഫ ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലാ തഅബ്ബദൂഹാ ഫഇന്നൽ അവ്വല ലം യദഅ ലിൽ ആഖിരി മഖാല. മുഹമ്മദ് നബിയുടെ അനുചരന്മാർ സഹാബത്ത് അവർ ചെയ്യാത്ത ഒരു ഇബാദത്തും നിങ്ങൾ ചെയ്യേണ്ടതില്ല, നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതില്ല. കാരണം മുൻഗാമികളായ ആളുകൾ സഹാബത്ത് അവർ പിൻഗാമികൾക്ക് വേണ്ടി ഒന്നും തന്നെ ബാക്കി വെച്ചിട്ടില്ല. ഈ ദീനിന്റെ വിഷയത്തിൽ അവരെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഒന്നും ബാക്കി വെക്കാതെ അവർ നമുക്കത് പഠിപ്പിച്ചു നൽകിയ കാര്യമാണ്. അതുകൊണ്ട് സഹാബത്തിന് പരിചയമില്ലാത്ത കാര്യങ്ങൾ അത് നമുക്ക് വേണ്ടതില്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ വിലപ്പെട്ട ഉപദേശം കാണാം. ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ റസൂലിന്റെ മാർഗത്തെ പിന്തുടരുക, അവിടുത്തെ സുന്നത്തിനെ നിങ്ങൾ അനുധാവനം ചെയ്യുക. വലാ തബ്തദിഉ, നിങ്ങൾ ദീനിലേക്ക് പുതുതായി ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് ആ റസൂലിന്റെ ചര്യ തന്നെ ധാരാളമാണ്, അത് തന്നെ മതിയായതാണ്. ആ ചര്യ തന്നെ നിങ്ങൾക്ക് പിൻപറ്റാൻ എത്രയോ ഉണ്ട്. ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറയുകയാണ്, അലൈക ബിആസാരി മൻ സലഫ്, സലഫുകളുടെ ചര്യ, അവരുടെ മാർഗത്തെ, അവരുടെ കാലടിപ്പാടുകളെ, അലൈക എന്ന് പറഞ്ഞാൽ നീ മുറുകെ പിടിക്കുക, അത് കൈവിടാൻ പാടില്ല. വഇൻ റഫദക അന്നാസ്, ജനങ്ങൾ നിന്നെ കൈവടിഞ്ഞാലും, അവർ നിന്നെ പരിഹസിച്ചാലും, അവർ നിന്നെ ബഹിഷ്കരിച്ചാലും ഉപരോധിച്ചാലും നീ ആ മാർഗം ഒരിക്കലും കൈവിടാൻ പാടില്ല. എന്നിട്ട് പറയുന്നു, വഇയ്യാക വആറാ അർരിജാൽ, വ്യക്തികളുടെ അഭിപ്രായങ്ങൾ അത് നീ സൂക്ഷിക്കുക, അത് നീ സൂക്ഷിക്കണം. വഇൻ സഖറഫു ലകൽ ഖൗൽ, ഓരോ ആളുകളും ബിദ്അത്തിന്റെ ആളുകൾ അവർ അവരുടെ സംസാരത്തിന്റെ ഭംഗി കൊണ്ട് അവർ നിനക്ക് വാക്കുകൾ ഭംഗിയായി തോന്നിപ്പിച്ചേക്കാം. അവരുടെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി അത് ഭംഗി കൂട്ടി നിന്നോട് പറഞ്ഞാലും, സാഹിത്യത്തിൽ നിന്നോടവർ പാടിപ്പറഞ്ഞാലും
അതിലൊന്നും നീ വീഴേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം മറ്റൊരിക്കൽ നൽകിയ ഉപദേശമാണ് ഇസ്ബിർ നഫ്സക അല സുന്ന. നീ സുന്നത്തിൽ ക്ഷമയോടുകൂടി നിന്റെ നഫ്സിനെ നീ പിടിച്ചു വെക്കുക. വഖിഫ് ഹൈസു വഖഫൽ ഖൗം. സഹാബത്ത്, മുൻഗാമികൾ, സലഫുകൾ അവരെവിടെ നിന്നുവോ അവിടെ നീ നിൽക്കുക. വഖുൽ ബിമാ ഖാലു. അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ, അവർ വിശ്വസിച്ച കാര്യങ്ങൾ അത് നീ പറഞ്ഞുകൊള്ളുക. വഖുഫ അമ്മാ കഫു അൻ. അവർ എവിടെ നിന്നുവോ അവിടെ നീ നിൽക്കുക. അവരെന്തിൽ നിന്ന് വിട്ടുനിന്നുവോ അതിൽ നിന്ന് നീയും വിട്ടു നിൽക്കുക. എന്നിട്ട് പറയുന്നു വസ്ലുക് സബീല സലഫിക സ്സാലിഹ്. സച്ചരിതരായ സലഫിന്റെ മാർഗത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. ഫഇന്നഹു യസഉക മാ വസിഅഹും. അവർക്ക് മതിയായത് അത് നിനക്കും മതിയായതാകുന്നു. ഒരു കവി പറഞ്ഞതായി കാണാം, വകുല്ലു ഖൈരിൻ ഫി ഇത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്. എല്ലാ നന്മകളും കുടികൊള്ളുന്നത്, എല്ലാ നന്മയുമുള്ളത് അത് സച്ചരിതരായ സലഫുകൾ, സഹാബത്തിനെയും താബിഈങ്ങളെയും അത്ബാഉ താബിഈങ്ങൾ അവരെയൊക്കെ പിന്തുടരുന്നതിലാണ്. എന്നാൽ എല്ലാ തിന്മകളും കുടികൊള്ളുന്നത് പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ട ബിദ്അത്തിന്റെ ആളുകൾ, അതിലാണ്, ആ ബിദ്അത്തിലാണ് എല്ലാ തിന്മയുമുള്ളത് എന്ന് ഒരു കവി പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സുന്നത്തിൽ നാം പരിമിതപ്പെടുത്തുക. ധാരാളം ബിദ്അത്തുകൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം സുന്നത്തിൽ അധിഷ്ഠിതമായി നാം ചെയ്യുന്ന ഇബാദത്തുകളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ-ഇഖ്തിസാദു ഫി സുന്നതി ഖൈറും മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ. സുന്നത്തിൽ നിന്റെ ഇബാദത്തുകൾ, നിന്റെ കർമ്മങ്ങൾ അത് സുന്നത്തിൽ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് നീ ബിദ്അത്തായ കാര്യങ്ങളിൽ ധാരാളം പരിശ്രമിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത നോമ്പെടുത്തുകൊണ്ട് നീ പകലിൽ ക്ഷീണിക്കേണ്ടതില്ല. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത നമസ്കാരം നിർവഹിച്ചുകൊണ്ട് രാത്രി നീ ഉറക്കമൊഴിക്കേണ്ടതില്ല. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ദിക്ർ ചൊല്ലിക്കൊണ്ട് നിന്റെ നാവിനെ നീ ക്ഷീണിപ്പിക്കേണ്ടതില്ല. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ച നോമ്പും നമസ്കാരവും ദിക്റുകളും അതിൽ പരിമിതപ്പെടുത്തുക, അതാണ് ഖൈറായ കാര്യമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇമാം അയ്യൂബ് അസ്സിഖ്തിയാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, മസ്ദാദ സാഹിബു ബിദ്അത്തിൻ ഇജ്തിഹാദൻ ഇല്ലാ സാദ മിനല്ലാഹി അസ്സ വജല്ല ബുഅദ. ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ, ദീനിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അതിൽ ധാരാളമായി പരിശ്രമിക്കുന്ന ആളുകൾ, അവരെത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രത്തോളം അവർ അല്ലാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ, നാം ചെയ്യുന്ന ഇബാദത്തുകൾ അത് റസൂലിന്റെ സുന്നത്തിൽ ആയിരിക്കുവാൻ, അതിൽ അധിഷ്ഠിതമായിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെയാണോ, റസൂലിന്റെ മാതൃകയുള്ളതാണോ എന്ന് നാം അന്വേഷിക്കുകയും അത് പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു വ്യക്തി, മഹാനായ മാലിക് ബിൻ അനസ്, നാം പറഞ്ഞു മദീനയിലെ ഇമാമു ദാരിൽ ഹിജ്റ, റസൂലിന്റെ മസ്ജിദുൻ നബവിയിൽ അവിടെ ദർസെടുത്തിരുന്ന വലിയ പണ്ഡിതനാണ് മാലിക് ബിൻ അനസ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തെ വിളിക്കുകയാണ്, യാ അബാ അബ്ദില്ല മിൻ ഐന ഉഹ്രിം. ഞാൻ ഉംറയ്ക്ക് അല്ലെങ്കിൽ ഹജ്ജിന് എവിടെ വെച്ചാണ് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? മഹാനായ ഇമാം മാലിക് ബിൻ അനസ് പറയുന്നു, മിൻ ദിൽ ഹുലൈഫ. മദീനക്കാരുടെ മീഖാത്ത് അത് ദിൽ ഹുലൈഫയിലാണ്, അവിടെ വെച്ചാണ് താങ്കൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. മിൻ ഹൈസു അഹ്റമ റസൂലുള്ളാഹി. റസൂലുള്ളാഹി എവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചുവോ അവിടെ നിന്ന്. ആ സന്ദർഭത്തിൽ ആ വ്യക്തി പറയുകയാണ്, ഞാൻ റസൂലിന്റെ ഈ പള്ളിയിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്, റസൂലിന്റെ ഖബറിന്റെ അടുത്ത് വെച്ച്. ദുൽ ഹുലൈഫയേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമായത് അത് മസ്ജിദുൻ നബവി തന്നെയാണ്. പക്ഷേ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നു, ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. നീ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നിൽ ഞാൻ ഫിത്നയെ ഭയപ്പെടുകയാണ്. ആ വ്യക്തി ചോദിക്കുകയാണ്, വഅയ്യു ഫിത്നത്തിൻ ഫീ ഹാദിഹി, ഇതിൽ എന്ത് ഫിത്നയാണുള്ളത്? ഞാൻ കുറച്ച് കിലോമീറ്ററുകൾ ഇപ്പുറത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചു എന്ന് തന്നെയുള്ളൂ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത ഒരു പുണ്യം, റസൂലുള്ളാഹി ചെയ്യാത്ത ഒരു കാര്യം അത് ഞാനാണ് അതിനേക്കാൾ മുന്നിട്ട് ചെയ്തത് എന്ന് നീ കരുതുന്നതിനേക്കാൾ അതിനേക്കാൾ വലിയ ഫിത്ന എന്താണ് നിന്നെ ബാധിക്കാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് റസൂലിന്റെ ചര്യ അത് നാം മുറുകെ പിടിക്കുക. റസൂലുള്ളാഹി എങ്ങനെ പറഞ്ഞുവോ, എങ്ങനെ ചെയ്തുവോ
അതിനനുസൃതമായിട്ടായിരിക്കണം നമ്മുടെ ഓരോ ഇബാദത്തുകളും കർമ്മങ്ങളും എന്ന് അതിനനുസരിച്ച് നാം ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ചില ആളുകൾ അവർ വിശ്വാസകാര്യങ്ങൾ അവർക്കിഷ്ടമുള്ളതിങ്ങനെ വിശ്വസിക്കും. എന്നിട്ട് അവർ വിശ്വസിച്ച കാര്യങ്ങൾ എന്താണോ അതിന് തെളിവുകൾ അന്വേഷിച്ചു പോകുന്നതായി കാണാം. അങ്ങനെയല്ല വേണ്ടത്. പണ്ഡിതന്മാർ പറയുകയാണ്, ഇസ്തദിൽ ഖബ്ല അൻ തഅതഖിദ്, നീ വിശ്വസിക്കുന്നതിന് മുൻപ് വിശ്വാസകാര്യങ്ങൾ അത് നീ പഠിക്കുന്നതിന് മുമ്പ് നീ തെളിവന്വേഷിക്കണം. എന്നിട്ടാണ് നീ വിശ്വസിക്കേണ്ടത്. തെളിവില്ലാതെ ഒരു കാര്യവും നാം വിശ്വസിക്കുന്നില്ല. വലാ തഅതഖിദ് സുമ്മ തസ്തദിൽ ഫതദിൽ, അതല്ലാതെ നീ കുറെ വിശ്വസിച്ച് കൂട്ടിയിട്ടുണ്ടാവും, എന്നിട്ട് അതിനൊക്കെ തെളിവന്വേഷിക്കുകയാണ്, എന്നിട്ടോ അവസാനം നീ വഴിതെറ്റുകയും ചെയ്യും. അവൻ വിശ്വസിച്ച തെറ്റായ കാര്യങ്ങൾക്ക് ചിലപ്പോൾ തെളിവുണ്ടാവുകയില്ല. അവൻ എന്ത് ചെയ്യും? അവൻ ആയത്തുകളെയും ഹദീസുകളെയും ഒക്കെ ദുർവ്യാഖ്യാനിക്കും. എന്നിട്ട് അവന്റെ പിഴച്ച വിശ്വാസത്തിനു വേണ്ടി ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുകയും അങ്ങനെ വഴിപിഴച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് അഖീദ പഠിക്കുമ്പോൾ, വിശ്വാസകാര്യങ്ങൾ പഠിക്കുമ്പോൾ തെളിവുകൾ സഹിതം ആയിരിക്കണം നാം പഠിക്കേണ്ടത്. അതായിരിക്കണം നമ്മുടെ അവലംബം. എന്നാൽ നമ്മുടെ നാട്ടിൽ പിഴച്ചുപോയ അതല്ലെങ്കിൽ തെറ്റായ ചില തെളിവുകളെ ആളുകൾ കൊണ്ടു നടക്കുന്നതായി കാണാം. ഒന്നാമത്തേത്, ബുദ്ധിയെ പ്രമാണമാക്കി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അവരുടെ ദീനിലുള്ള തെളിവെന്ന് പറയുന്നത് അത് ബുദ്ധിയാണ്. അവർ ദീനിനേക്കാൾ അവർ മുന്തിക്കുന്നത് തഖ്ദീമുൽ അഖ്ലി അലൻ നഖൽ, വിശുദ്ധ ഖുർആനിന്റെ പ്രമാണങ്ങളുടെ കാൾ അവർ മുന്തിക്കുന്നത് അവരുടെ ബുദ്ധിയെയാണ്. ഒരു കാര്യം അവർക്ക് സ്ഥിരപ്പെടണമെങ്കിൽ അവരുടെ ബുദ്ധി അത് സമ്മതിച്ചാലേ അവർ സ്ഥിരപ്പെടുത്തുകയുള്ളൂ, അതല്ലെങ്കിൽ അവരത് നിഷേധിക്കും. അവരുടെ പ്രമാണം എന്ന് പറയുന്നത് ബുദ്ധിയാണ്. അങ്ങനെ ബുദ്ധി പ്രമാണമാക്കിയ പിഴച്ചുപോയ എത്രയോ ആളുകളുണ്ട്. ഖബർ ശിക്ഷയെ അതിനെ തള്ളിക്കളഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈച്ചയുടെ ഹദീസ് പറയുന്ന ആ ഹദീസിനെ നിഷേധിച്ച ആളുകളുണ്ട്. സംസം വെള്ളത്തിന്റെ ഫضല് പറയുന്ന ഹദീസിനെ തള്ളിക്കളഞ്ഞ ആളുകളുണ്ട്. അജ്വ കാരക്കയുടെ ഫضല് പറയുന്ന ഹദീസുകളെ അതിനെ നിഷേധിച്ച ആളുകളുണ്ട്. അവരുടെ പ്രമാണം എന്താണ്? ബുദ്ധിയായിരുന്നു. അവർ ഖുർആനിനെയും സുന്നത്തിനേക്കാളും അവർ ബുദ്ധിയെ മുന്തിച്ചു. അതാണ് ഒന്നാമത്തെ പിഴച്ചുപോയ തെളിവുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തേത് അർ-റുആ വൽ മനാമാത്ത്, സ്വപ്നക്കഥകൾ, സ്വപ്നങ്ങളും ഉറക്കത്തിൽ കണ്ട കാഴ്ചകളും ഇതൊക്കെ പ്രമാണമായി കൊണ്ടു നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. ത്വരീഖത്തിന്റെ സൂഫികൾ എന്ന് പറയുന്ന ആളുകൾ അവർ ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ ഇങ്ങനെ പറയുകയാണ്. എന്റെ ഷെയ്ഖ് ഉറക്കത്തിൽ വന്ന് പറഞ്ഞിരിക്കുന്നു, ഷെയ്ഖിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉറക്കത്തിലൂടെ ലഭിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ അടിത്തറയെ തകർക്കുന്ന രൂപത്തിലുള്ള പല വിശ്വാസങ്ങളും അവർ വിശ്വസിക്കുകയാണ്, ആചരിക്കുകയാണ്. അവരുടെ പ്രമാണം എന്താണ്? അത് സ്വപ്ന കഥകളാണ്. അതൊരിക്കലും ദീനിൽ പ്രമാണമല്ല. മൂന്നാമത്തെ വിഭാഗം ആളുകൾ, അവരുടെ തെളിവുകൾ അത്തജാറുബ്, അനുഭവങ്ങൾ അതിനെ തെളിവാക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണമായി ചില ആളുകളൊക്കെ പറയും, ഇന്ന ഇന്ന ജാറത്തിൽ പോയാൽ കുട്ടിയില്ലാത്തവർക്ക് കുട്ടികൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ തെളിവാക്കുന്ന കാര്യം എന്താണ്? ഇന്ന ആളുകൾക്കൊക്കെ അത് ലഭിച്ചിട്ടുണ്ട് എന്ന് അവരുടെ അനുഭവങ്ങളാണ്, ആ സാക്ഷ്യങ്ങളാണ് അവർ തെളിവാക്കുന്നത്. ഇതൊരിക്കലും അത് ശരിയാണ് എന്നതിനുള്ള, ആ മാർഗം ശരിയാണ് എന്നതിനുള്ള തെളിവല്ല. കാരണം വ്യഭിചാരത്തിലൂടെയും കുട്ടിയുണ്ടാകും. അതിനനുസരിച്ച് കുട്ടിയുണ്ടാകുന്നു എന്നതുകൊണ്ട് വ്യഭിചാരം അത് ശരിയാണ് എന്ന് പറയുക സാധ്യമല്ല. അതുപോലെ പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടായി എന്നത് ആ കാര്യം ശരിയാണ് എന്നതിനെ അത് സാധൂകരിക്കുന്നില്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തെ വിഭാഗം ആളുകൾ, അവരുടെ തെളിവെന്താണ്? അൽ കസ്റതു, ഭൂരിപക്ഷം തെളിവാക്കുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ, അതല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? അവരൊരു മീറ്റിംഗ് കൂടും. എന്നിട്ട് ഇതിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം ഏതാണോ അത് നമുക്ക് സ്വീകരിക്കാം എന്ന് പറയുന്ന അത്തരത്തിലുള്ള ആളുകളുണ്ട്. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്മിറ്റികളുണ്ട്. അവർ തെളിവാക്കുന്നത് ഭൂരിപക്ഷമാണ്, അതല്ലെങ്കിൽ ആളുകൾ ഒരുമിച്ച് കൂടി അവരുടെ വോട്ടെടുപ്പാണ് അവർ തെളിവായി കൂട്ടുന്നത്. ഇതൊരിക്കലും ദീനിൽ പ്രമാണമല്ല.
നമ്മൾ നാട്ടിൽ തൗഹീദ് പറയുമ്പോൾ, ശിർക്കിനെ എതിർക്കുമ്പോൾ നബിദിനാഘോഷവും അതുപോലെ ബറാഅത്ത് നോമ്പുകളും ഇങ്ങനെ ധാരാളം ബിദ്അത്തുകൾ, ശിർക്കുകൾ, മാലപ്പാട്ടുകൾ ഇതിനൊക്കെ എതിർക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലുള്ള ഇത്രയും ആളുകൾ അവരൊക്കെ നരകത്തിലാണോ? ഈ നാട്ടിൽ എന്റെ ഉപ്പയും എന്റെ വെല്ലുപ്പയും ഇവിടെ കാണുന്ന കാരണവന്മാരെല്ലാം എല്ലാവരും ഇത് പാടിയവരാണ്, ഇതനുഷ്ഠിച്ചവരാണ് എന്ന ചോദ്യം നമ്മൾ കേൾക്കേണ്ടി വരും. ഒരിക്കലും അവരങ്ങനെയായി എന്നുള്ളത് അത് ശരിയാകാനുള്ള തെളിവല്ല. തെളിവെന്ന് പറയുന്നത് അത് ഖുർആനും സുന്നത്തും സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതിലാണ്. ബഹുഭൂരിപക്ഷം അതൊരു പ്രമാണമല്ല. മറിച്ച് ഖുർആനിൽ അള്ളാഹു പറയുന്നത് ജനങ്ങളിൽ അധിക ആളുകളും അവർ നേർമാർഗത്തിലല്ല എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, വഇൻ തുതി' അക്സറ മൻ ഫിൽ അർദ് യുദില്ലുക അൻ സബീലില്ലാഹ്. അള്ളാഹു റസൂലിനോട് പറയുകയാണ്, റസൂലേ, താങ്കൾ ഭൂമിയിലുള്ള ആളുകളെ, അവരിൽ അധിക പേരുകളെയും താങ്കൾ അനുസരിച്ചാൽ അവരൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് താങ്കളെ തെറ്റിച്ചു കളയും. അപ്പോൾ ബഹുഭൂരിപക്ഷം അതിനെ പിൻപറ്റുക എന്നുള്ളത് അതല്ലൊരു പ്രമാണമായി ഖുർആൻ പഠിപ്പിക്കുന്നത്, മറിച്ച് ഖുർആനും സുന്നത്തും. അഞ്ചാമത്തെ വിഭാഗം ആളുകൾ, അവരുടെ തെളിവ് അത്തഖ്ലീദ്, അന്ധമായ അനുകരണമാണ്. തെളിവുകൾ നോക്കാതെ അന്ധമായ പക്ഷപാതിത്വം കാണിച്ചുകൊണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, ഇതിനോടൊക്കെ മദ്ഹബുകൾ, അതിനോടൊക്കെ പക്ഷപാതിത്വം കാണിച്ചുകൊണ്ട് അന്ധമായി അവർ എന്ത് പറഞ്ഞുവോ അത് സ്വീകരിക്കുക. അത് വിശുദ്ധ ഖുർആനിനെതിരായാലും ശരി, ഞങ്ങൾക്കത് വേണ്ടതില്ല എന്ന നിലപാടിലാണ് അത്തരക്കാരുണ്ടായിരിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂൽ. അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ, എന്നവരോട് പറയപ്പെട്ടാൽ, അവിശ്വാസികളായ ആളുകൾ അവർ എന്ത് പറയും? ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. ഞങ്ങളുടെ പിതാക്കന്മാർ ഏതൊരു നിലപാടിലാണ് ഉണ്ടായിരുന്നത് അത് തന്നെ ഞങ്ങൾക്ക് മതി എന്നാണ് അവർ പറയുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ആളുകൾ വിഗ്രഹത്തെ ആരാധിച്ചപ്പോൾ അതിനെ അദ്ദേഹം എതിർക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അവർ പറയുന്നു, ഖാലൂ വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഇതിനെ ആരാധിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങളും ആരാധിക്കുന്നത്. അവർ അതിനെ തഖ്ലീദ് ചെയ്യുകയാണ്, അന്ധമായി അനുകരിക്കുകയാണ്. ഈ സമയത്ത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് പറയുന്നു, ഖാല ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും വ്യക്തമായ വഴികേടിലാണ് എന്ന് അദ്ദേഹം ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് മറുപടി പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെളിവുകളൊന്നും നമ്മൾ പിൻപറ്റാൻ പാടില്ല. നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അതനുസരിച്ച് നാം അതിനെ മനസ്സിലാക്കുകയുമാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പഠിച്ച കാര്യങ്ങൾ അത് അമലാക്കുവാനും മരണം വരെ ഈ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കവിതയുടെ അവസാനത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നൽകിയിട്ടുള്ള ഈ വിലപ്പെട്ട ഉപദേശം അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നാം മുറുകെ പിടിക്കണം. സുന്നത്ത് മുറുകെ പിടിക്കുകയും ബിദ്അത്തുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ബിദ്അത്തിന്റെ കക്ഷികളുമായി നമുക്ക് യാതൊരു ബന്ധവും പാടില്ല. അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ സംസാരങ്ങൾ അതിന് നാം കാതുകൊടുക്കരുത്. അവരുടെ സംസാരങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിൽ പതിയാൻ സാധ്യതയുണ്ട്. മുൻഗാമികളായ വലിയ വലിയ പണ്ഡിതന്മാർ അവർ പോലും ബിദ്അത്തിന്റെ ആളുകൾ കടന്നു വരുമ്പോൾ അവരവരുടെ വിരലുകൾ ചെവിയിലേക്ക് അമർത്തിപ്പിടിക്കുമായിരുന്നു. അവരൊന്നും കേൾക്കാറില്ല. ഒരു വാക്കുപോലും നീ എന്നോട് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകളെ അവർ ആട്ടി അകറ്റാറുണ്ട്. കാരണം നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് അത് അത്തരത്തിലുള്ള പിഴച്ച ആളുകൾ അവരുണ്ടാക്കുന്ന സംശയങ്ങൾ അത് പെട്ടെന്ന് റാഞ്ചിയെടുക്കും. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞു പോയേക്കാം. അതെപ്പോഴാണ് പുറത്തു വരിക എന്ന് നമുക്കറിയുകയില്ല. ചിലപ്പോൾ മരണനേരത്തായിരിക്കാം ഇത്തരത്തിലുള്ള പിഴച്ച വാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ചാലുപോകുന്നത്. അതുകൊണ്ട് ബിദ്അത്തിന്റെ കക്ഷികളുമായി ബിദ്അത്തിന്റെ വിഭാഗങ്ങളുമായി അകന്നു നിൽക്കുകയും സുന്നത്ത് ധാരാളമായി പഠിക്കുകയും
ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്.